ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഓരോരുത്തരായിട്ട് നിഗൂഢമായ രീതിയിൽ മരണപ്പെടുകയാണ്. എന്നാൽ കോളേജ് മുഖരക്ഷിക്കാന് ആ കുട്ടികളെ ജീവൻ ഒടുക്കിയതാണെന്നാണ് അവരുടെ പാരന്റ്സിനോട് പറയുന്നത്. എന്നാൽ സ്വന്തം മക്കളെക്കുറിച്ച് അച്ഛനമ്മമാർക്ക് അറിയില്ലേ, അവരത് വിശ്വസിക്കുന്നില്ല. പിന്നിലെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ അതേ സ്കൂളിലെ ഒരു ടീച്ചറിന് ചില അമാനുഷിക സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ആ സ്കൂളിലെ രഹസ്യം കണ്ടെത്താനായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഈ കഥയിലെ നായകനായ ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആ ഒരു കോളേജിലെത്താണ്. പിന്നീട് ഓരോ നിമിഷവും നമ്മൾക്കൊരിക്കലും ഗസ് ചെയ്യാൻ പറ്റാത്ത ട്വിസ്റ്റുകൾ നിറഞ്ഞ രഹസ്യങ്ങൾ തേടിയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഥയുടെ പേര് ശബ്ദം. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് കളയുന്നില്ല. ഇതിലും അടിപൊളി കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഈ വീഡിയോക്ക് ഇപ്പം തന്നെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇനി തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് ഒരു സ്കൂളിന്റെ മുകളില് ആ സ്കൂളിലെ അവന്തിക എന്ന ടീച്ചറിലെ വല്ലാതെ പേടിച്ച് കയറി നിൽക്കുകയാണ്. അപ്പൊ അവരുടെ ചെവിയിൽ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് അവർ തെറിച്ച് താഴെ വീണു പോവാണ്. എന്നാൽ അപ്പോഴാണ് അവന്തിക ഞെട്ടി എഴുന്നേൽക്കുന്നത്. അതായത് അത് അവർ കണ്ടൊരു സ്വപ്നം മാത്രമായിരുന്നു. എന്നാൽ ആ സ്കൂളിലെ ചില പെൺകുട്ടികളിലെ ആരോ തെറിച്ച് താഴെ വീണെന്ന് പറഞ്ഞിട്ട് ജനലിന്റെ അരികിലേക്ക് ഓടിപ്പോവാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് അതേ സ്കൂളിലെ ഒരു സ്റ്റുഡന്റ്, അവളുടെ പേര് ശ്വേത എന്നാണ്. അവന്തിക സ്വപ്നം കണ്ട പോലെ തന്നെ സ്കൂളിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് തെറിച്ച് വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? അവന്തികയ്ക്കോ ആ സ്കൂളിൽ ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ സ്കൂളിലെ ഡീന് എല്ലാ മെമ്പേഴ്സിനെയും ടീച്ചേഴ്സിനെയും മീറ്റിംഗിന് വിളിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്കൂൾ ആരംഭിച്ചിട്ട് 70 വർഷം കഴിഞ്ഞില്ലേ? ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 2 തുടർ മരണങ്ങൾ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് കുറച്ചു നേരത്തെ നമ്മൾ ശ്വേത എന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ട് കണ്ടില്ലേ? അതിന്റെ ഒരാഴ്ച മുമ്പ് മറ്റൊരു പയ്യന് കൂടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരേ രീതിയിൽ തന്നെ. അവന്റെ പേര് വെൻകട്ട് എന്നായിരുന്നു. എന്നാൽ ഡീൻ ചോദിക്കുന്നത്, ഇപ്പോൾ സ്കൂളിൽ എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നത്? അവരെന്താ അമാനുഷികമായിട്ട് രീതിയിൽ ആത്മാക്കൾ കൊലപ്പെടുത്തിയെന്നൊക്കെയോ? എന്ത് റബ്ബിഷൊക്കെ ഇത്? അപ്പോൾ ചില ടീച്ചേഴ്സ് പറയുന്നത്, സാറേ നമ്മുടെ കോളേജിൽ നിന്ന് ചില വാണിംഗ് കൊടുത്തിട്ട് പുറത്താക്കിയിട്ടുള്ള സീനിയർ സ്റ്റുഡൻസ് ആണ് ഈ ഒരു കെട്ടുകഥയ്ക്ക് പിന്നിലെന്നാ തോന്നുന്നത്. അപ്പോൾ മറ്റൊരു സാറ് പറയുന്നത്, കഴിഞ്ഞ വർഷം വരെ നമ്മളോട് മത്സരിച്ചുകൊണ്ടിരുന്ന JR എന്ന സ്കൂളില്ലേ, ആ സ്കൂളിലും ഇതുപോലെ അമാനുഷികമായിട്ട് 3 മരണങ്ങൾ നടന്നിരുന്നില്ലേ? അങ്ങനെ അവരുടെ റെപ്യൂട്ടേഷൻ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ പ്ലാൻ ചെയ്താണെന്നും പറയാൻ പറ്റില്ല. എന്നാൽ ചില ടീച്ചേഴ്സിന് ഭയമുണ്ട്, സാറേ ഇനിയിപ്പോൾ ഇവരൊക്കെ പറയുന്ന പോലെ ശരിക്കും നമ്മുടെ സ്കൂളിൽ അങ്ങനെ വല്ല അമാനുഷികമായിട്ടുള്ള ആത്മാക്കളുടെ ശല്യം ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചർച്ചിൽ നിന്ന് ഒരു ഫാദറെ വിളിപ്പിച്ചാലോ? അപ്പോൾ ഡീൻ ചോദിക്കുന്നത്, നമ്മൾ നടത്തുന്നതേ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ഇഷ്ടത്തിന് കുറെ ഫാദർ പൂജാരി അങ്ങനെ വിളിക്കാൻ പോയി കഴിഞ്ഞാല് കേൾക്കുന്ന ആളുകൾ നമ്മളെ കാർക്കിച്ചു തുപ്പൂല്ലേ? അപ്പോൾ മറ്റൊരു സാറ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സാറ് നമുക്കൊരു ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ വിളിച്ചാലോ? ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്ററോ? അതാരാ? ഇതുവരെ കേട്ടിട്ടില്ലല്ലോ സാറേ. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നും അവർക്ക് മറ്റൊരു പേരുണ്ട്. അതായത് പോലീസിനോ മറ്റ് ലോ ആൻഡ് ഓർഡറിനോ ചില സൈറ്റുകളിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഇതുപോലെ ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്ററെ അങ്ങോട്ടേക്ക് ഹയർ ചെയ്യാറുണ്ട്. ഇത് പുതുതായിട്ട് കേൾക്കുന്ന പോലെ ഉണ്ടല്ലോ. അത് സാറേ നമ്മുടെ നാട്ടില് അങ്ങനെ വലിയ പ്രശസ്തമല്ലെങ്കിൽ പോലും US മറ്റു നാടുകളിൽ ഇവര് നല്ല രീതിയിൽ തന്നെ പോപ്പുലറാണ്. പലരും ഇവരെ ഹയർ ചെയ്യാറുണ്ട്. അപ്പോഴാണ് മറ്റൊരു ടീച്ചർ പറയുന്നത്, സാറേ നമ്മുടെ നാട്ടിലെ മുംബൈയിലും ഇതുപോലെ ഗൗരവ് തിവാരി എന്ന ഒരു ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഒരു ലൈവ് ടെലിവിഷനിലൂടെ പബ്ലിഷ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അമാനുഷികമായ രീതിയിൽ അങ്ങനെ മരണപ്പെട്ടു പോയതാണ്. അതിന്റെ പിന്നിലെ രഹസ്യം ഇതുവരെ ആർക്കും സോൾവ് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോഴേന് അല്ല നമ്മുടെ നാട്ടിലെ ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ റൂബനെ ഇതുപോലെ മുംബൈയിലെ ഒരു വീട്ടിലെ എന്തോ ഒരു അമാനുഷിക ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് നോക്കാൻ വിളിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ റൂബൻ തന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വീട്ടിലെ കപ്പിൾസിന്റെ മരണപ്പെട്ടു പോയ ദിയ എന്ന പെൺകുട്ടിയുടെ ആത്മാവാണ് അവരെ പലട്ടുന്നതെന്ന് മനസ്സിലാവാണ്. അപ്പോൾ ദയ്യോട്, ദയ്യ നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയും ഇഷ്ടമല്ലേ? പിന്നെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പോൾ ദയ്യയുടെ ഒരു വോയിസ് നോട്ട് അവൾ വല്ലാതെ വയലന്റ് ആയതുപോലെ റൂബൻ കൊണ്ടുവന്ന ഒരു എക്യുപ്മെന്റിൽ പ്ലേ ആവാണ്. അതായത് ദിയക്ക് തന്റെ അമ്മയും അച്ഛനെയും ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവരോട് എന്തോ വല്ലാത്ത ദേഷ്യമുണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പോൾ റൂബൻ, അല്ല ദിയ നിനക്കെന്താ നിന്റെ അച്ഛനെയും അമ്മയും ഇഷ്ടമല്ലാതാവാൻ കാരണം? അത് കേട്ടപ്പോ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വല്ലാതെ വയലന്റായി. ആ റൂമിലെ പല സാധനങ്ങളും അവളെ തട്ടി താഴെയിടാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്റെ സ്വീറ്റി. അപ്പൊ റൂബൻ, അല്ല ദിയ ഈ സ്വീറ്റി ആരാ? എന്നാല് അവള് കൺവേ ചെയ്യുന്നത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അല്ല ദിയ നിന്റെ സ്വീറ്റ് ഇപ്പൊ എവിടെയുള്ളേ? അപ്പോ ദിയ ആ വീടിന്റെ വാതിൽ തുറക്കാണ്. ഓഹോ, നിന്റെ സ്വീറ്റിയെ അച്ഛനും അമ്മയും വീടിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞളഞ്ഞല്ലേ? അപ്പൊ അവളും അതെ. അപ്പൊ റൂബൻ, നാളെ നിന്റെ സ്വീറ്റി ഈ റൂമിലുണ്ടാവും, നിന്റെ റൂമില്. അപ്പോ നീയും സമാധാനത്തില് ഇവിടെ ഉണ്ടാവില്ലേ? അപ്പോ നിന്റെ അച്ഛനോടും അമ്മയോടുള്ള ദേഷ്യം മറന്ന് അവരെ നിനക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ലേ? അപ്പോ അവളും സമ്മതിക്കുകയാണ്. അങ്ങനെ ദിയ ശാന്തമായ ശേഷം അവളുടെ അച്ഛനെയും അമ്മയെ വിളിപ്പിച്ചിട്ട് ദിയക്ക് ഫേവറേറ്റ് ആയിരുന്ന സ്വീറ്റ് എന്നീ ഒരു പാവക്കുട്ടിയെ നിങ്ങൾ വീട്ടിൽ നിന്ന്
പുറത്തെറിഞ്ഞു കളഞ്ഞില്ലേ, അതിൽ അവൾ കരുതിയത് നിങ്ങളെ വിട്ടുപിരിഞ്ഞ അവളെ നിങ്ങൾ മറന്നു തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു സ്വീറ്റിയെ അവളുടെ റൂമിൽ തന്നെ വെച്ചേക്ക്. അപ്പോഴാണ് ഇപ്പോഴും നിങ്ങൾ അവളെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പാവുള്ളൂ. അപ്പോൾ ദയയുടെ അമ്മ പറയുന്നത് ഇതുവരെ ഇതുപോലെ ആത്മാവ് പ്രേതത്തിനൊക്കെ എനിക്ക് നല്ല ഭയമായിരുന്നു. എന്നാൽ റൂബൻ നിങ്ങൾ വന്നതിലൂടെ മനസ്സിനൊരു സമാധാനമുണ്ട്. അവരെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അവരാഗ്രഹിക്കുന്ന സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ റൂബൻ നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളുടെ മകള് ദയെ പോലെ തന്നെയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളൊന്നും കരുതരുത്. കാരണം നമ്മൾ മനുഷ്യര് ഓരോരുത്തരുടെ മനസ്സും ഓരോ രീതിയിലല്ലേ. അവരും അതുപോലെ തന്നെയാണ്. അവരെ മനസ്സിലാക്കിയെടുക്കല് കുറച്ചധികം കഷ്ടപ്പാടാം. പതിയെ പതിയെ അവരിലേക്ക് അടുക്കുമ്പോഴാണ് ഓരോരുത്തരുടെയും തനി രൂപം പുറത്തു വരിക. അങ്ങനെ തീരെ വൈകിപ്പിക്കാതെ നമ്മുടെ ഹീറോ റൂബനില്ലേ അവിടുന്ന് നേരെ പോകുന്നത് കഥയുടെ ആരംഭത്തില് അമാനുഷിക രീതിയിൽ മരണം നടന്ന ആ ഒരു സ്കൂളിലേക്കാണ്. അങ്ങനെ നേരെ ഡീനെ മീറ്റ് ചെയ്തിട്ട് റൂബൻ ചോദിക്കുന്നത്, അല്ല സാറേ, സ്റ്റുഡൻസിന്റെ മരണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് നിങ്ങൾ കരുതുന്നത്? 70 വർഷമായി നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ തുടങ്ങിയിട്ട്. നോർമലി വല്ല എക്സാം പ്രഷർ കാരണോ പഠനത്തിന് ബുദ്ധിമുട്ട് കാരണോ അല്ലെങ്കിൽ ലോ ഫീലറോ ഫാമിലി ഇഷ്യൂസോ അങ്ങനെയൊക്കെ സ്വയം ചിലര് മണ്ടത്തരത്തില് ജീവൻ നഷ്ടപ്പെടുത്താറുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാന് നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റും. എന്നാല് പ്രേതം, ആത്മാവ്, അമാനുഷ്യ ശക്തികള് ഇതുപോലെ പലരും പടച്ചുവിടുന്ന കഥകൾക്ക് നമുക്കൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. ഈ സ്കൂളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലാന്ന് നിങ്ങൾ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നാൽ മതി. അപ്പോൾ മീഡിയാസിനെയും പബ്ലിക്കിനെയൊക്കെ അത് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൂബനും സിറ്റുവേഷനെ കണ്ടിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ റൂബനത് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒരു അമാനുഷിക ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ഡീന് തിരിച്ചു പോകുമ്പോൾ ആ ഒരു സ്കൂളിന്റെ ഓണർ വിളിച്ച് പറയുന്നുണ്ട്, സാറേ, നമ്മുടെ സ്കൂളിലെ മരണത്തിന് പിന്നിലെ നമ്മളുണ്ടാക്കിയ കഥയില്ലേ, സ്കൂളിലെ ആത്മാക്കളുണ്ട്, പ്രേതങ്ങളുണ്ടെന്നൊക്കെ, അതൊക്കെ മീഡിയയും ജനങ്ങളും ഏകദേശം വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉറപ്പിക്കാനായിട്ട് മുംബൈയിൽ നിന്ന് ഒരു ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്ററെ പുതുതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കൂളിൽ നടന്ന മരണങ്ങൾ, സൂയിസൈഡ്, അതൊക്കെ ജനങ്ങളങ്ങ് മറന്നോളൂ. എന്നാൽ നമ്മുടെ ഹീറോ റൂബനില്ലേ, റൂബന് ആ ഒരു മെഡിക്കൽ കോളേജിൽ നടക്കുന്ന രഹസ്യങ്ങളൊന്നും അറിയില്ല. റൂബന്റെ ധാരണ എന്താ, അവിടെ ഏതോ ഒരു ആത്മാവിന്റെ ശല്യം ഉണ്ടാവുന്നല്ലേ. അങ്ങനെ ഡീന് നമ്മുടെ റൂബന് സ്റ്റേ ചെയ്യാൻ ഒരു വീട് റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ റൂബനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട്. അയാളുടെ പേര് ആരോഗ്യം എന്നാണ്. ആരോഗ്യത്തിനെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു പേടിത്തുണ്ടിയാണെന്ന് നമ്മുടെ റൂബന് മനസ്സിലായതുകൊണ്ട്, അല്ലായിരിക്കും ഇവിടെ വല്ല ആത്മാവിന്റെ ശല്യം ഉണ്ടോ? അല്ല സാറേ, എന്തിനിപ്പോ സാർ അതൊക്കെ ചോദിക്കുന്നത്? അല്ല, എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട് സാറേ. ഈ വീടിന്റെ ഓണറിന് ഒരു മകളുണ്ടായിരുന്നു, 22 വയസ്സായിരുന്നു. ഒരു ദിവസം ആ പെൺകുട്ടിയുടെ ശരീരത്തില് ഏതോ ഒരു പയ്യന്റെ ആത്മാവ് കയറി. അതിനുശേഷം അവളുടെ ഒരു ആട്ടം കാണുന്നിരുന്നു. അതിനുശേഷം അവളൊരു നോട്ടനെ നോക്കി. പിന്നെ എനിക്കില്ലേ, അങ്ങനെ ആരുടെങ്കിലും ശരീരത്തില് ഇനിയിപ്പോ പുരുഷന്റെ ആത്മാവോ അല്ലെങ്കിൽ സ്ത്രീയുടെ ആത്മാവോ ഉണ്ടോന്ന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. സാറേ, ആത്മാവ് വരുന്നതിന് മുമ്പ് ഒരു സ്മെല്ല് വരും. അത് കേട്ടപ്പോൾ റൂബനില്ലേ ആരോഗ്യത്തെ ഒന്ന് ചെറുതായി പേടിപ്പിക്കാനേ ആരോഗ്യം കുറേ ദൂരെ ഒരു മരത്തിന്റെ അടിയിലെ ഒരു പ്രായമായിട്ടുള്ള ആള് മുണ്ടുകൊടുത്തിട്ട് ബീഡിയും വലിച്ചു നിൽക്കുന്നത് കാണുന്നുണ്ടോ? അപ്പൊ ആരോഗ്യം നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇല്ലല്ലോ സാറേ, ആ ബീഡിയുടെ മണം ഇവിടെ വരെ വരുന്നില്ലേ? അപ്പൊ ആ സാറേ വരുന്നുണ്ടല്ലേ, ഇവിടെ അടുത്ത് ഒരു ശവക്കലറയുണ്ട്. അപ്പോഴാണ് ഡീനിന്റെ ഫോൺ വരുന്നത്. എല്ലാവരേക്കും റൂമൊക്കെ റെഡി ആയി കൊടുത്തില്ലേ? എല്ലാം ഓക്കെ സാറേ. അപ്പോഴാണ് നമ്മുടെ റൂപം പറയുന്നത്, സാറേ, ഇവിടെ എന്റെ കൂടെ ഈ ആരോഗ്യം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്പ് ആവുമായിരുന്നു. അപ്പൊ ആരോഗ്യമാണെങ്കിൽ പണ്ടാരക്കാരൻ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചിരുത്തുന്നത്? ആരോഗ്യം, എനിക്ക് ഈ കോളേജിൽ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഓരോ പ്രൊഫസറിന്റെ പേരും ഡീറ്റെയിൽസും വേണം. അപ്പോഴാണ് അവിടെ ചർച്ചിലെ മണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ മനസ്സിൽ പ്രേയും ചെയ്തിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് നേരെ പോകുന്നത് ആ ഒരു 2 മരണം നടന്ന മെഡിക്കൽ കോളേജിലെ ആ ഒരു ക്ലാസ്സിലേക്കാണ്. അപ്പോൾ റൂബൻ ഒരു കാര്യം അറിയാം, ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അവരുടെ പാരന്റ്സിനോടോ ടീച്ചറോടോ ചോദിക്കുന്നതിന് പകരം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ചോദിക്കണം. ഈ ക്ലാസ്സിൽ നിന്ന് മരണപ്പെട്ട ശ്വേതയുടെയും വെങ്കട്ടിന്റെയും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, അതുമല്ലെങ്കിൽ ലവർ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയണമെങ്കിലും എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം. എന്നാൽ മാത്രമേ ഈ കേസിന്റെ പിന്നിലെ രഹസ്യം എനിക്ക് കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ ചില ഫ്രണ്ട്സ് ആയിട്ടുള്ള പെൺകുട്ടികൾ പറയുന്നുണ്ട്, സാറേ, അവള് നല്ലൊരു വൈബിളുള്ള പെൺകുട്ടിയാ, നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സമയം പോകുന്നേ അറിയില്ല, എപ്പോഴും വളരെ ഹാപ്പി ആയിരിക്കും. എന്നാൽ അവള് മരണപ്പെടുന്നതിന് കുറച്ച് നാൾ മുമ്പ് അവൾ എന്തിനു വല്ലാതെ പേടിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പൂപ്പൻ എന്ത് തരത്തിലുള്ള പേടി? അതായത് ആരെങ്കിലും ഇനി കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചാലോ ചിരിച്ചാലോ അവളുടെ ചെവി പൊട്ടിപ്പോകുന്ന പോലെ, അവളെ വല്ലാതെ ആരോ ഭയപ്പെടുന്ന പോലെയൊക്കെ വിചിത്രമായിട്ട് ബിഹേവ് ചെയ്യും. എന്നാൽ മൈൻഡൊന്ന് കൂളാക്കാൻ ക്യാൻറ്റീനിലേക്ക് വരാൻ പറഞ്ഞാലും വരില്ല, മറിച്ച് നമ്മുടെ നേരെയൊക്കെ അവൾ കടിച്ചു കയറും. അപ്പൂപ്പൻ അല്ലാതെ അവളുടെ ശരീരം തന്നെ നോവിക്കുന്ന അങ്ങനത്തെ ബിഹേവിയർ എന്തെങ്കിലും, അങ്ങനത്തെ മാറ്റമൊന്നും കണ്ടില്ല സാറേ. അപൂർവൻ, അല്ല, നമ്മുടെ ശ്വേത ഇരിക്കുന്ന അവളുടെ ബെഞ്ച് ഏതാ? അങ്ങനെ ആ ബെഞ്ച് കാണിച്ചു കൊടുത്തപ്പോ ആ ബെഞ്ചിൽ തൊടുമ്പോ എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ ഹീറോയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബെഞ്ചിൽ എന്തൊക്കെയോ അവള് വരച്ചു വെച്ചിട്ടുണ്ട്. നോക്കുമ്പോ എന്തോ ഒരു സിമ്പിൾ പോലെയുണ്ട്. അടുത്ത സീനില് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു അവന്തിക എന്ന ടീച്ചറില്ലേ, അവരെ കാണാനാണ് രൂപം പോകുന്നത്. അല്ല ടീച്ചറെ, ക്ലാസ് പോയില്ലേ? എന്നാൽ അവന്തിക എന്തോ ഒരു കലിപ്പിലാന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ വന്നതാണോ, അതല്ലെങ്കിൽ എന്നെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനോ? അതുകൊണ്ടല്ല, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ശ്വേത എന്ന പെൺകുട്ടി മരണപ്പെട്ടില്ലേ,
അവള് മരിക്കുന്നതിന്റെ 10 മിനിറ്റ് മുൻപ് നിങ്ങളോടാണ് അവസാനമായിട്ട് സംസാരിച്ചത്. ഓ അതാണോ? അവള് ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കാതായപ്പോ ഒന്ന് ക്ലാസ് ശ്രദ്ധിക്കാനേ അവളോട് പറഞ്ഞതേ ഉള്ളൂ. അന്ന് അവളോട് മാത്രമല്ല ക്ലാസ്സിലെ പല കുട്ടികളോടും ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതായത് അവന്തികയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ റൂബന്റെ മേലെ ഇത്ര കലിപ്പെന്ന് വെച്ചാല് അവന്തിക ഒരു തീസിസിന്റെ പിന്നാലെയാണ്. അതായത് ഈ ലോകത്ത് ഒരാത്മാവും ഇല്ല, എല്ലാ മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥയാണെന്നാണ്. എന്നാൽ റൂബന്റെ വിശ്വാസം വേറെയല്ലേ. അപ്പൊ റൂബൻ, അല്ല ടീച്ചറെ, ശ്വേത മരണപ്പെട്ടിട്ട് 2 ദിവസം നിങ്ങൾ കോളേജിലേക്ക് വന്നിട്ടില്ലല്ലോ, അതിന്റെ പിന്നിലെ റീസൺ എന്താ? അതൊക്കെ പറയണോ? എനിക്ക് എന്റെ തീസിസിന്റെ പിന്നാലെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അല്ല നിങ്ങൾ ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ, അല്ലാതെ പോലീസ് ഒന്നുമല്ലല്ലോ. എനിക്ക് കുറച്ച് വേറെ പണിയുണ്ട്. എല്ലാ ചോദ്യത്തിനും എന്റെ കയ്യിൽ മറുപടിയില്ല. അതും പറഞ്ഞിട്ട് അവളോട് എഴുന്നേറ്റ് പോണ്. അടുത്ത സീനില് നമ്മുടെ റൂബനില്ലേ തന്റെ കൂടെ തന്നെ ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേഷന് വരുന്ന തന്റെ കൊളീഗിനെ വിളിച്ചിട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ മറിഞ്ഞിരിക്കുന്ന ഗസ്റ്റിനെ ഉടനെ തന്നെ നിന്റെ കയ്യിൽ കിട്ടും. അങ്ങനെ റൂബൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ താനൊരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുമ്പോൾ ആഹാ പുതിയ ബിസിനസ് തുടങ്ങിയില്ലേ, ഗോസ്റ്റിനെ പിടിക്കാനെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ അടിക്കാനേ ഓരോരോ തട്ടിപ്പുകൾ. അപ്പൊ റൂബൻ, സാറേ ഞാൻ ഇതിനു മുൻപ് പല പോലീസുകാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഓഹോ താൻ പറഞ്ഞു വരുന്നത് മരിച്ചുപോയ ആളുകളോട് ഗോസ്റ്റിനോടൊക്കെ താൻ സംസാരിച്ച് കേസ് സോൾവ് ചെയ്തൊന്നുല്ലേ? എന്നാൽ ഒരു കേസ് ഞാൻ പറയട്ടെ. ഒരു പെൺകുട്ടിയെ 4 പേര് ചേർന്നിട്ട് അബ്യൂസ് ചെയ്ത് കൊലപ്പെടുത്തി. എന്നാൽ ആ പെൺകുട്ടിയുടെ ആത്മാവിനോട് സംസാരിച്ചിട്ട് അവൾ ഉപദ്രവിച്ച കൊലയാളികൾ ആരാണെന്ന് താൻ കണ്ടുപിടിക്കടോ. അപ്പൊ റൂബനാണെങ്കിൽ സാറേ മനുഷ്യരൂപത്തിൽ കുറേയധികം ആത്മാക്കളുണ്ട്, അവരെ കണ്ടുപിടിക്കേണ്ടത് സാറിന്റെ ജോലിയല്ലേ, അത് സാറ് ചെയ്യും. ഞാനിപ്പോ വന്നത് ആ മെഡിക്കൽ കോളേജിലെ 2 സ്റ്റുഡൻസ് മരണപ്പെട്ടിരുന്നില്ലേ, അപ്പോൾ അവരുടെ ക്രൈം സീൻ ഫോട്ടോസും FIR കോപ്പിക്കുമാണ്. അങ്ങനെ ആ ഒരു ഡോക്യുമെന്റ്സ് വാങ്ങിയിട്ട് അവർ നേരെ പോകുന്നത് മരണപ്പെട്ട 2 സ്റ്റുഡൻസിന്റെയും ബോഡി കാണാനാണ്. അപ്പൊ ഹീറോ ആരോഗ്യത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഈ കുട്ടികളുടെ ബോഡി ഇവരുടെ പാരന്റ്സ് കളക്ട് ചെയ്യാത്തെ? അത് സാറേ ഈ കുട്ടികളുടേത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ മർഡറാണോ എന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കണം. നിലവില് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ മേലെ അവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ ബോഡി ചെക്ക് ചെയ്യുമ്പോൾ ശ്വേതയുടെ ബോഡിയിലെ വളരെ വികൃതമായിട്ടുണ്ട്. അതിനുശേഷം വെങ്കട്ടിന്റെ ബോഡി നോക്കുമ്പോൾ അവന്റെ കൈകാലുകളൊക്കെ ബെൻഡായതുപോലെ. അപ്പോൾ നമ്മുടെ ഹീറോ റൂബൻ, നോർമലി സ്ട്രോക്ക് വന്നാൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ, ഇത് സൂയിസൈഡ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവരുടെ ബോഡിയുടെ കണ്ടീഷൻ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അപ്പൊ റൂബൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ക്രൈം സീനിൽ ഇവരുടെ ബോഡി ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്? അല്ല സാറേ, നിലവിൽ ഇപ്പൊ ഇവര് നമ്മള് നല്ല ഡീപ്പ് ഫ്രീസ് കണ്ടീഷനിൽ വെച്ചിട്ടുള്ളത്. ശരിക്കും ബോഡിയുടെ കണ്ടീഷൻ മാറാൻ പാടില്ലാത്തതാണ്. പക്ഷെ വെങ്കട്ടിന്റെയും അതുപോലെ ശ്വേതയുടെയും ബോഡി ഓരോ നിമിഷവും ഡീകമ്പോസ്ഡ് ആയിട്ട് വികൃതമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ കാരണം എന്താന്ന് ഓരോ ഡോക്ടേഴ്സിനും കണ്ടെത്താനും പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ ബോഡി ചെക്ക് ചെയ്തപ്പോൾ ശ്വേത ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ടാണ് മരണപ്പെട്ടത്. അപ്പോൾ അതിന്റെ തലയിലെ മുറിവും അതുപോലെ ചെവിയുടെ ഡ്രംസ് ബ്രേക്ക് ആയിട്ടുണ്ട്. എന്നാൽ വെങ്കട്ട് അങ്ങനെ താഴെ വീണതല്ല. പിന്നെ അവനും ഏകദേശം സെയിം ഇഞ്ചുറി എങ്ങനെ സംഭവിച്ചേ? അപ്പോൾ ആരോഗ്യത്തിനോട് തനിക്ക് എന്തെങ്കിലും അറിയോ? പിന്നെ മെഡിക്കൽ കോളേജിൽ 5-6 വർഷം കഷ്ടപ്പെട്ട ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയല്ലേ എനിക്ക്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിലെ വെങ്കട്ടിന്റെയും അതുപോലെ ശ്വേതയുടെയും ബോഡി നോക്കുമ്പോൾ അവരുടെ ശരീരത്തിലായിട്ട് ശ്വേത അവളുടെ ഡെസ്കിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സിമ്പലില്ലേ, ആ സിമ്പല് ആരോ പച്ച കുത്തിയ പോലെ കുത്തി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നില് എന്തോ ഒരു മിസ്റ്ററി ഉള്ളതായിട്ട് ഹീറോയ്ക്ക് ഉറപ്പാവാണ്. അതേ സമയത്ത് അവന്തിക ടീച്ചർ കുളിച്ചോണ്ടിരിക്കുമ്പോൾ അവളുടെ പിന്നില് ആരോ വരുന്ന പോലെ ശബ്ദം കേട്ടിട്ട് ഭയന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ആരോഗ്യത്തിന് ഹീറോ റൂബൻ യൂസ് ചെയ്യുന്ന എല്ലാ മെഷീൻസിനും പരിചയപ്പെടുത്താണ്. ആദ്യം നമ്മുടെ ജീവികളുടെ ശബ്ദം ഡിറ്റക്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ജീവനും ആത്മാവിന്റെയും ശബ്ദം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു മെഷീന്, അതുപോലെ തന്നെ പിന്നെ ഒരു ക്യാമറ. ആ ഒരു ക്യാമറ സാധാരണ ക്യാമറ അല്ല, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത എല്ലാ ഇമേജസിനെയും അൾട്രാ വയലറ്റ് ലക്ഷണങ്ങൾ വെച്ചിട്ട് ആ ക്യാമറയിലൂടെ കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മുടെ ചുറ്റിലുള്ള ആത്മാക്കളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഒരു റെക്കോർഡർ. അങ്ങനെ ആ ഒരു കോളേജിലെ മരണപ്പെട്ട 2 സ്റ്റുഡൻസിന്റെയും പ്രസൻസ് ഉണ്ടായിരുന്ന ഓരോ ഏരിയയിലും ആ ഒരു മെഷീൻസ് വെച്ച് ഏതെങ്കിലും ആത്മാവുണ്ടോ എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അപ്പോഴാണ് വെങ്കട്ടിന് എന്താണ് സംഭവിച്ചെന്നുള്ള വിഷ്വൽ നമ്മൾ കാണുന്നത്. അവൻ റെസ്റ്റ് റൂമിലേക്ക് പോയപ്പോൾ അവന് സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവന്റെ തലയും ചെവിയൊക്കെ ബ്ലാസ്റ്റ് ആയിട്ടാണ് അവൻ മരണപ്പെടുന്നത്. അങ്ങനെ ഓരോ ഏരിയയിൽ നിന്നും എന്തൊക്കെ ഫൈൻഡ് ചെയ്തോ അതൊക്കെ ഒരു ഫൈൻഡിങ് ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടീച്ചർ അവന്തികയില്ലേ അവരെ സംസാരിക്കാൻ വേണ്ടി വിളിപ്പിക്കുകയാണ്. അപ്പോഴാണ് ചർച്ചിൽ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ മനസ്സിൽ പ്രേ ചെയ്യുന്ന കണ്ടപ്പോൾ അവന്തിക, അല്ല നിങ്ങള് റൂബൻ വൈദ്യലിംഗ അല്ലേ, നിങ്ങളെപ്പോഴാ ക്രിസ്തു മതം സ്വീകരിച്ചേ? അപ്പൊ ഹീറോ, മതവും ദൈവവുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല, നമ്മുടെ വിശ്വാസം പോലെ ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല. അമ്പലത്തിൽ പ്രേ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ചർച്ചിലും പ്രേ ചെയ്യാലോ. അപ്പൊ അവന്തിക, അങ്ങനെ മണിയടിച്ചൊരു ശബ്ദം ഞാൻ കേട്ടില്ലല്ലോ, അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാട്ടായിരിക്കും. അങ്ങനെ അന്ന് ശ്വേതയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അവൾ താമസിച്ചിരുന്ന ലേഡീസ് ഹോസ്റ്റലാണ് ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ആ ഒരു ഹോസ്റ്റൽ എവിടെയെങ്കിലും എന്തെങ്കിലും വിചിത്രമായിട്ടുള്ള പ്രസൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്. അങ്ങനെ ആരോഗ്യത്തിനോട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ CCTV വിഷ്വൽസിൽ എന്തെങ്കിലും വിചിത്രമായിട്ട് കണ്ടുകഴിഞ്ഞാലേ ഒന്ന് നോട്ട് ചെയ്യാൻ പറയാണ്. എന്നാൽ ആരോഗ്യമാണെങ്കിൽ ഇന്നെങ്ങാനും പ്രേതം ഇല്ലെങ്കിൽ അയാളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കയ്യിലൊരു ഡിവൈസുമായിട്ട് ആ ശ്വേതയുടെ റൂമിലേക്കാണ്
നമ്മുടെ റൂബൻ പോകുന്നത്. അങ്ങനെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഡിവൈസിൽ ഒരു ശബ്ദം വരും. അപ്പോഴാണ് റൂമിന്റെ പുറത്ത് മറ്റൊരു ഭാഗത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നത്. ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ അതേ സമയത്ത് നമ്മുടെ ആരോഗ്യയിലെ അയാളും CCTVയിലെ ആ ഒരു ആത്മാവിന്റെ പ്രസൻസ് കാണുന്നുണ്ട്. അയാൾ മോണിറ്ററിന്റെ അടുത്തൊന്ന് നോക്കാണ്. ശരിക്കും അത് പ്രേതം തന്നെയാണോ? അപ്പോൾ നമ്മുടെ ഹീറോയിലെ ആ ഒരു പ്രേതത്തിന്റെ അരികിലേക്കാണ് പോകുന്നത്. എന്നാൽ ആരോഗ്യം ഹീറോയോട് പറയുന്നതിന് മുൻപ് നമ്മുടെ ഹീറോ റൂബന്റെ മുമ്പിലെ ആത്മാവ് നിൽക്കുകയാണ്. ആ രൂപം കാണുമ്പോൾ ആരും ഒന്ന് ഭയക്കേണ്ടതാണ്. എന്നാൽ റൂബന് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മുഖത്തൊന്ന് കൊടുക്കുന്നുണ്ട്. അതായത് റൂബന് മനസ്സിലായിട്ടുണ്ട് ഇത് പ്രേതമൊന്നുമല്ല, അവളെ തന്നെ ഭയപ്പെടുത്താൻ വേഷം കെട്ടിയതാണ്. റൂബനാണെങ്കിൽ നീ ഇത് ആർക്ക് വേണ്ടിയാണ് ആര് പറഞ്ഞിട്ടാ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ അവളെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവള് ബാക്കി പെൺകുട്ടികൾക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ടീച്ചർ അവന്തികയില്ലേ, അവരാണ് പെൺകുട്ടികളെ കൊണ്ട് നമ്മുടെ റൂബനെ ഒന്ന് പേടിപ്പിക്കാൻ ആ ഒരു ഹൊറർ മോഡ് സെറ്റ് ചെയ്തത്. അപ്പൊ റൂബൻ അവന്തികയോട് എന്തിനേ ഒരു ഡ്രാമയുടെ ആവശ്യം, അത് വേറൊന്നുമല്ല, പല ആളുകളും പ്രേതത്തെ പിടിക്കാനെന്ന് പറഞ്ഞിട്ട് ഉടായ്പ കാണിക്കാറുണ്ട്. അപ്പൊ താൻ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ നോക്കിയതാ. റൂബനാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തമാശയുടെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലാതെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ അവന്തിക ശരി, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, പറ്റിയത് ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞ് അവള് ഡോറ് ക്ലോസ് ചെയ്യാണ്. അപ്പോഴാണ് റൂബൻ തന്റെ കയ്യിലുള്ള ഡിവൈസ് ശ്രദ്ധിക്കുന്നത്. അവന്തികയുള്ള ആ റൂമിൽ നിന്നാണ് ആ ഒരു ആത്മാവിന്റെ പ്രസൻസ് വരുന്നത്. അപ്പൊ ഉള്ളിൽ ഇനിയിപ്പോ പ്രേതമുണ്ടോ? ആ ഡിവൈസിന്റെ അരികില് ഫോണോ റേഡിയോ അങ്ങനെ എന്തെങ്കിലും ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സിഗ്നൽ ഈ ഒരു മെഷീനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അവന്തിക വിളിച്ചിട്ട് നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യോ, എനിക്ക് ഡിവൈസിൽ ഫ്രീക്വൻസി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും എനിക്ക് ഫോൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. അതും പറഞ്ഞ് വീണ്ടും അവള് ഡോറ് ലോക്ക് ചെയ്യാണ്. അപ്പോഴാണ് അവന്തിക റൂമിലെ നല്ല ഉറക്കത്തിലാണ്. ആ സമയത്ത് അവളുടെ വിരലുകളിലെ ആരോ പിടിക്കുന്ന പോലെ പതി ഉയരുകയാണ്. പെട്ടെന്ന് അവന്തിക ഡിസ്റ്റർബ് ആയിട്ട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ആ ഒരു വിരല് നോർമൽ കണ്ടീഷനിലാണ്. ഇനിയിപ്പോ തനിക്ക് തോന്നിയതായിരിക്കും. അതേ സമയത്ത് നമ്മുടെ റൂബനിലെ ആരംഭത്തില് മരണപ്പെട്ട വെങ്കട്ട് എന്ന ആ ഒരു പയ്യന്റെ ഫോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ വെങ്കട്ടും ശ്വേതയും ദീപിക എന്ന മറ്റൊരു പെൺകുട്ടിയും ചേർന്നിട്ട് മദ്യപിച്ചുകൊണ്ട് ഡെവിളിന്റെ കൊമ്പിന്റെ എഫക്ട് വെച്ചിട്ട് ചില ഫോട്ടോസ് ആ ഫോണിലുണ്ട്. എന്നാൽ അവര് മൂന്നാമതല്ലാതെ നാലാമത് ഏതോ ഒരു ശക്തിയിലും അതേ ഡെവിളിന്റെ സിമ്പൽ കാണാണ്. അതായത് ആ ഫോട്ടോസിൽ അവരല്ലാതെ വേറെ ആരോ കൂടിയുണ്ട്. അങ്ങനെ അവന്തികയുടെ അടുത്ത് പോയിട്ട് ഈ ഒരു പെൺകുട്ടി ദീപിക ഈ ഫോട്ടോ എടുത്ത് വിടുന്നറിയോ? അതറിയില്ല, ഇവൾ എവിടെയുള്ളേ, അവളോട് ഒന്നിങ്ങോട്ട് വരാൻ പറയോ. ദീപികയ്ക്ക് വിളിച്ചു നോക്കുമ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ കോളേജിലെ മറ്റു പെൺകുട്ടികളോട് അവളുടെ പാരന്റ്സിന്റെയോ ആരുടെങ്കിലും നമ്പർ ചോദിക്കുമ്പോൾ രാകേഷ് എന്ന അവളുടെ ബോയ് ഫ്രണ്ടിന്റെ നമ്പർ കിട്ടാണ്. എന്നാൽ ആ ഒരു നമ്പർ നോട്ട് ചെയ്യുമ്പോൾ ആ കൂട്ടത്തില് ശ്വേത മരണപ്പെട്ടപ്പോൾ അവളുടെ ഡെസ്കിലായിട്ട് ഒരു സിമ്പിൾ ഉണ്ടായിരുന്നില്ലേ, അതേ സിമ്പിള് അവന്തിക അറിയാതെ വരച്ചോണ്ടിരിക്കുകയാണ്. റൂബനൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇവളുടെ കൺട്രോളിലല്ലാതെയാണ് അവളത് വരച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ദീപികയുടെ ബോയ് ഫ്രണ്ട് രാകേഷിന്റെ റൂമിലേക്ക് നമ്മുടെ റൂബനും ആരോഗ്യം പോവാണ്. അങ്ങനെ അവനോട് ചോദിക്കുമ്പോൾ സാറേ കുറച്ചു നാൾ മുമ്പ് ദീപിക റൂമിൽ വന്നിരുന്നു, എന്നാൽ അവളുടെ ചെവി വല്ലാതെ വേദനയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതാണ്, അതിനുശേഷം അവൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ആ റൂമിലെ അവളെ ഒരു ഡോക്ടറെ കാണിച്ച ഷീട്ട് കാണുന്നത്. അങ്ങനെ ഷീട്ടുമായിട്ട് നേരെ ആ ഡോക്ടറെ അടുത്ത് വന്നിട്ട് കാര്യം അന്വേഷിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി കുറച്ചു നാൾ മുമ്പ് വന്നിരുന്നു. 10 ദിവസത്തിൽ കൂടുതലായിട്ട് അവളുടെ ചെവിയിലെ വല്ലാതെ വേദന വരുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1000 വവ്വാലുകൾ ചെവിയുടെ അരികിൽ വന്നിട്ട് കാറ് വിളിച്ചാലെങ്ങനെ അതുപോലെ ഉണ്ടാവും. എന്നാൽ കുറച്ചു നേരം വല്ലാതെ വേദനയായിരിക്കും, പിന്നെ പെട്ടെന്ന് ശബ്ദം പോവും. അന്ന് ദീപിക ഫീൽ ആയത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവളുടെ ചെവി ശരിക്കും ചെക്ക് ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡിഫക്റ്റും കണ്ടെത്താൻ പറ്റിയില്ല. ഞാൻ നോർമലി ചെറിയ പെയിൻ കില്ലർ പോലെയാണ് കൊടുത്തത്. റൂബനൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ശ്വേതയും വെങ്കട്ടും രണ്ടുപേരും മരിക്കുന്നതിന് മുൻപ് ഇതുപോലെ വിചിത്രമായിട്ടുള്ളൊരു ശബ്ദം കേട്ടിരുന്നു. ഇപ്പോൾ ദീപികയ്ക്കും അതേ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവളുടെയും ജീവൻ ആപത്തിലാണ്. അപ്പോൾ റൂബൻ നേരെ കോളേജ് ഡീനോട് ദീപിക മിസ്സിംഗ് ആണെന്നും ഫൈൻഡ് ചെയ്യാനും നമുക്ക് പോലീസിനൊരു കംപ്ലൈന്റ് കൊടുത്ത് ഹെൽപ്പ് ചോദിച്ചാലോ. എന്നാലും ഡീന് ഈ രഹസ്യം പുറത്തറിയാതിരിക്കാനാ നിങ്ങൾ വിളിപ്പിച്ച് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല, കോളേജിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. റൂബനാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾക്ക് അവസാനമായിട്ട് 1000 വവ്വാലിന്റെ ശബ്ദം പോലെ കേട്ടുന്നല്ലേ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ വവ്വാലിന്റെ ശബ്ദം അതെങ്ങനെ ഉണ്ടാവുക? ആ ശബ്ദത്തിൽ വിചിത്രമായിട്ട് എന്താ ഉള്ളത്? ആ ഒരു രഹസ്യങ്ങൾ ഫൈൻഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവന്തിക വിളിക്കുന്നത്. ദീപികയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? റൂബനാണെങ്കിൽ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവന്തികയോട് നിങ്ങളാണെങ്കിൽ എന്റെ ഇൻവെസ്റ്റിഗേഷനെ ഹെൽപ്പ് ചെയ്യാതെ ഡിസ്റ്റർബ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്, പിന്നെ ഞാനെങ്ങനെ കണ്ടെത്തുക? എന്നാൽ അവന്തിക നിങ്ങൾ എന്നോട് ഹെൽപ്പ് ചോദിച്ചപ്പോൾ നിങ്ങൾ ഫേക്ക് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ റിപ്ലൈ പറയാതെ ഞാൻ വീട്ടിൽ പോയിട്ട് മെസ്സേജ് അയച്ചിരുന്നല്ലോ. അതുപോലെ അന്ന് റൂമിൽ ഫോൺ എന്നോട് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് ഓഫ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ റൂബൻ അല്ല, നിങ്ങൾ ഫോൺ ഓഫ് ചെയ്തെന്നോ? പിന്നെ എങ്ങനെയാ ആ റൂമിൽ നിന്ന് ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്തേ? അങ്ങനെയാണെങ്കിൽ അവന്തികയുടെ റൂമിൽ എന്തോ ഒരു അമാനുഷികമുണ്ട്. അപ്പോഴാണ് നമ്മുടെ റൂബൻ ഒരു കോള് വരുന്നത്. അതായത് കോളേജിലെ സെക്യൂരിറ്റി ആണ്. സാറേ, നിങ്ങൾ അന്വേഷിച്ച ദീപിക എന്ന പെൺകുട്ടിയില്ലേ, അവളിപ്പോ നേരെ കോളേജ് ക്യാമ്പസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഉടനെ തന്നെ നമ്മുടെ റൂബൻ അങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് ദീപികയ്ക്ക് പതിയെ സ്വഭാവം വരുന്നതും അവളുടെ ചെവിയിലെ ആ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള വിചിത്ര ശബ്ദം കേൾക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവളുടെ കയ്യിലില്ലേ നമ്മുടെ ശ്വേതയുടെയും വെങ്കിട്ടിന്റെയും കയ്യിലുണ്ടായിരുന്ന പോലെ തന്നെ അതേ സിമ്പിള് ഓട്ടോമാറ്റിക്കലായിട്ട് പതിയെ ആരോ എഴുതുന്നുണ്ട്. ദീപികയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആ കാഴ്ചകളൊക്കെ നമ്മുടെ അവന്തികയില്ലേ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് അവള് ഞെട്ടി എഴുന്നേൽക്കാണ്. അവന്തിക ഉടനെ തന്നെ നമ്മുടെ റൂബൻ വിളിച്ചു നോക്കുമ്പോൾ റൂബൻ ഫോൺ എടുക്കുന്നില്ല. റൂബൻ നമ്മുടെ ദീപികയെ തേടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴാണ് ദൂബന കാഴ്ച ഷോക്ക് ആവുന്നത്. ദീപിക
തൂങ്ങി ആടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് വേറെ ഏതോ പുറം നാട്ടിലൊരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന മന്ത്രവാദി സ്ത്രീയാണ് നമ്മൾ കാണുന്നത്. അവരെ വിളിച്ചിട്ട് ആരോ എന്തോ ചടങ്ങ് ചെയ്യാൻ പറയാണ്. അതുപോലെ തന്നെ അവർ ആ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ദീപികയുടെ മരണം അറിഞ്ഞിട്ട് പോലീസ് അവർ ക്രൈംസിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ക്രൈം ഫോട്ടോസും എവിഡൻസും എല്ലാം അവർ കളക്ട് ചെയ്യാണ്. ആ ഒരു മരത്തിൽ അവൾ തൂങ്ങിയത് കാണുമ്പോൾ തന്നെ അവിടെ കൂടിയ എല്ലാ ആളുകൾക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അവൾ സ്വന്തം ജീവൻ ഒടുക്കിയതല്ല, മറിച്ച് ഇതിന്റെ പിന്നില് ആരോ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ റൂബനില്ലേ അവിടെ അരികിലായിട്ട് ഒരു പഴയ ബിൽഡിംഗ് ആണെന്ന്. അപ്പൊ ആരോഗ്യത്തോട് അതേതാ ബിൽഡിംഗ്? അത് സാർ ഇതായിരുന്നു നമ്മുടെ പഴയ ലൈബ്രറി. എന്തായാലും ആ ഒരു ലൈബ്രറി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് റൂബിനുള്ളിൽ കയറുമ്പോൾ ആ ലൈബ്രറിയുടെ ഒരു ഭാഗത്ത് നിന്ന് ഒരു ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കാണുകയാണ്. ആ ഒരു റിഫ്ലക്ഷൻ ശരിക്കും നോക്കുമ്പോൾ നിലവില് മരണപ്പെട്ടവരുടെ ശരീരത്തിലുണ്ടായ അതേ സിംബൽ പോലെയാണ് ആ റിഫ്ലക്ഷൻ ഉള്ളത്. അത് കണ്ടപ്പോൾ റൂബിനൊരു കാര്യം തോന്നുന്നുണ്ട്. ഇനിയിപ്പോ മരണപ്പെട്ട 3 കുട്ടികളും ലൈബ്രറിയിൽ ഇതേ സ്ഥലത്താണ് ഇരുന്നിട്ടുണ്ടായിരിക്കുക. ആ ഒരു ലൈബ്രറി കൺട്രോൾ ചെയ്യുന്ന വാസു എന്നൊരാളുണ്ട്. അയാളോട് കാര്യം ചോദിക്കുമ്പോൾ ശരിയാ സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ ആ കുട്ടികള് അവിടെ തന്നെ ഇരുന്നിരുന്നേ. ഇതൊരു പഴയ ലൈബ്രറി അല്ലേ, ഇവിടത്തേക്ക് ഇങ്ങനെ ആരും വരാറില്ല. എന്നാല് ആ കുട്ടികള് എനിക്ക് കുറച്ച് പൈസ തരും, അപ്പൊ അവരൊന്നിച്ച് മദ്യപിക്കാനൊക്കെയാ ഈ സ്ഥലത്തേക്ക് വരാറ്. ഞാൻ ആ കാര്യം ഒന്നും ശ്രദ്ധിക്കാറില്ല. അപ്പൊ റൂബൻ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അന്ന് അവർ ഫോട്ടോസ് എടുത്തത് ഇതേ സ്ഥലത്ത് നിന്നാണ്. ഇതേ കോളേജിലുള്ള ഈ ഒരു ലൈബ്രറി ഏരിയയെ കുറിച്ച് അവന്തികക്ക് നേരത്തെ അറിയില്ല എന്നല്ലേ റൂബനോട് പറഞ്ഞിരുന്നേ. റൂബന് അവന്തികയുടെ മേലെ ചില സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ റൂബൻ നമ്മുടെ വാസുവിനെ അവന്തിക ടീച്ചറുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരിങ്ങോട്ടേക്ക് ഇടയ്ക്ക് വരാറുണ്ടോ? ആ സാറേ, ഇടക്കിടക്ക് വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ നോട്ടുകൾ കുറിക്കുന്നതാണോ? അപ്പോഴാണ് നമ്മുടെ അവന്തികയിലെ അവളുടെ തീസിസ് പ്രസന്റ് ചെയ്ത് നമ്മൾ കാണുന്നത്. എന്നാൽ അതിന്റെ ഇടയിൽ അവൾക്ക് എന്തൊക്കെയോ വിഷ്വൽസ് കാണുന്നുണ്ട്. അതായത് നിലവിൽ 3 കുട്ടികൾ മരണപ്പെട്ടില്ലേ, അതുമായി ബന്ധപ്പെട്ട സീനുകളാണ്. അവൾക്ക് ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ ആ ഒരു തീസിസ് അവള് കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ റൂബനില്ലേ നേരെ അവന്തിക മീറ്റ് ചെയ്തിട്ട് ദീപിക മരണപ്പെടുന്നതിന്റെ 2 മണിക്കൂർ മുൻപ് നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ അതെന്തിനായിരുന്നു? അവന്തിക, നിങ്ങൾക്ക് അറിയായിരുന്നല്ലേ ദീപിക മരണപ്പെടാൻ പോവാണെന്ന്? എന്നാൽ അവന്തിക സത്യത്തില് അങ്ങനെ ഒരു വിഷ്വൽ കണ്ടിരുന്നില്ലേ? എന്നാൽ അവള് പറയുന്നത് എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ്. അപ്പൊ റൂബൻ, നിങ്ങൾക്ക് എത്ര നാള് കളവ് പറയാൻ പറ്റും? ഈ കോളേജിലെ മരണങ്ങൾ നടക്കാൻ തുടങ്ങിയത് മുതൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന തീസിസ് എന്തിനെ കുറിച്ചാ? ഒരമാനുഷികതയോ അല്ലെങ്കിൽ ആത്മാക്കളോ ഒന്നുമില്ലാന്നല്ലേ എല്ലാവരോടും നിങ്ങൾ ആ കാര്യം പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ അവര് കളിയാക്കുന്നു കരുതിയിട്ടല്ലേ ഒന്നും പുറത്ത് പറയാത്തെ, അങ്ങനെയല്ലേ? എന്നാൽ അവന്തിക, ഇതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇന്ന് രാത്രി ആ പഴയ ലൈബ്രറിയിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ? എന്നാൽ അവന്തിക, നിങ്ങൾ പറയുന്നിടത്തേക്കൊന്നും എനിക്ക് വരാൻ പറ്റില്ല. എന്നാൽ റൂബനാണെങ്കിൽ അവരില്ലെങ്കിൽ എന്താ, ഞാൻ തന്നെ ട്രൈ ചെയ്തോളാം. ആ ഒരു കോളേജിലെ സ്റ്റുഡന്റ് പ്രതീക്ഷിക്കാതെ 3ാമതായിട്ട് ദീപിക മരണപ്പെട്ടില്ലേ, അതിനുശേഷം ആ കുട്ടികളുടെ ഇടയിൽ വല്ലാതെ ഭയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് റൂബനെ ഹെൽപ്പ് ചെയ്യാൻ ഓരോ മെഷീൻസും പല സ്ഥലത്ത് സെറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അവന്തിക വരുന്നത്. അപ്പോൾ റൂബൻ അവരൊരു നോട്ടം നോക്കുമ്പോൾ, നോക്കൊന്നും വേണ്ട, ഞാൻ വരണമെന്ന് കരുതിയതൊന്നുമല്ല. ഇനിയിപ്പോൾ ഞാൻ വന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് ആത്മാവ് വരാത്തതെന്ന് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞാലോ. ഇനിയിപ്പോൾ അങ്ങനെ വല്ല പ്രേതോ ആത്മാവുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും ഒന്ന് കാണട്ടെ. അപ്പോൾ റൂബനാണെങ്കിൽ ശരി, എന്നാല് ഞാൻ പറയുന്ന ആ സ്ഥലത്ത് കുറച്ചു നേരം ഒന്നിരിക്കുവോ? അങ്ങനെ അവൾ ഇരുന്ന ശേഷം അവളുടെ ശരീരത്തിൽ ഓരോ ഡിവൈസ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ റൂബൻ, ഇവിടെ ആരോ ഇല്ലേ, നിങ്ങൾ പുറത്തേക്ക് വാ. എന്നാൽ പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നുമില്ല. വീണ്ടും പറഞ്ഞു നോക്കുന്നുണ്ട്, എന്നിട്ടും മാറ്റമൊന്നുമില്ല. എന്നാൽ അവന്തിക്ക് ദേഷ്യം വന്നിട്ട്, നിങ്ങൾ ഈ സാധനമൊക്കെ ഒന്ന് അഴിച്ചിട്ട് എന്നെ വെറുതെ വിടുന്നുണ്ടോ? ഇവിടെ ആത്മാവ് പോലും ഒന്നുമില്ല. എന്നാൽ റൂബൻ വീണ്ടും നിങ്ങൾ വരുന്നുണ്ടോ? എന്നിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അവസാനം അവന്തിക്ക് അഴിച്ചുവിടാനായിട്ട് അരികിൽ വരുമ്പോൾ ആ ഒരു മെഷീനിലെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാണ്. റൂബൻ പ്രതീക്ഷ പോലെ തന്നെ ആ ഒരു ആത്മാവ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട്, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്ത് ചോദിച്ചിട്ടും മറുപടി ഒന്നും കാണുന്നില്ല. അപ്പോൾ റൂബൻ, നിങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യം ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നെങ്കിലും പറഞ്ഞാൽ മതി. ഇനി ശരിയാണെങ്കിൽ 1 പ്രാവശ്യം ഒന്ന് സൗണ്ട് തരിക, തെറ്റാണെങ്കിൽ 2 പ്രാവശ്യം. നിങ്ങൾ ഇതേ ക്യാമ്പസിലുള്ള ആളാണോ? അപ്പോൾ റൂബനും ആരും പ്രതീക്ഷിക്കാതെ 3 തവണ ശബ്ദം വരികയാണ്. അല്ല, ഇതെന്താ 3 പ്രാവശ്യം? ഇനിയിപ്പോ ആത്മാവ് കേട്ടത് തെറ്റിയതാണോ? ഞാൻ പറയുന്ന പോലെ ആണെങ്കിൽ 1 പ്രാവശ്യവും അല്ലെങ്കിൽ 2 പ്രാവശ്യം ശബ്ദം ഉണ്ടാക്കിയാൽ മതി. എന്നാൽ വീണ്ടും 3 പ്രാവശ്യം ശബ്ദം വരികയാണ്. അത് കണ്ടപ്പോൾ ചുറ്റിൽ നിന്നിരുന്ന പെൺകുട്ടികൾ റൂബനെ കളിയാക്കുന്നുണ്ട്. റൂബൻ അവരോട്, നിങ്ങളൊന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കുക. എന്നിട്ട് വീണ്ടും അതേ ചോദ്യം ചോദിക്കുമ്പോൾ വീണ്ടും 3 പ്രാവശ്യം തന്നെ ശബ്ദം വരികയാണ്. എന്താ ഇങ്ങനെ? അപ്പോഴാണ് റൂബന് തോന്നുന്നത്, ഇനിയിപ്പോ ഞാൻ കരുതിയ പോലെ ഇവിടെ ഒരാത്മാവല്ല, അതിൽ കൂടുതൽ ആത്മാക്കളുണ്ടെങ്കിലോ? അപ്പോൾ റൂബൻ, അല്ല, നിങ്ങൾ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? അത് പറഞ്ഞു തീർന്നില്ല. ആ ഒരു ഡിവൈസിലില്ലേ നിർത്താതെ തുരുതുരാ ശബ്ദം വരികയാണ്. അപ്പോൾ ആ ഒരു ശബ്ദം കൗണ്ട് ചെയ്യുമ്പോൾ മൊത്തത്തില് 42 ആത്മാക്കള് അവിടെ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. എല്ലാ ഡിവൈസിലും ശബ്ദം വരുന്ന കണ്ടപ്പോൾ അവിടെ കൂടിയ പെൺകുട്ടികളൊക്കെ വല്ലാതെ പേടിച്ചു പോവാണ്. അപ്പോഴാണ് അവിടെ ലോക്ക് ചെയ്ത അവന്തികയില്ലേ ആ ആത്മാക്കളൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. എത്ര ശ്രമിച്ചിട്ടും അവിടുന്ന് രക്ഷപ്പെടാനോ എഴുന്നേക്കാനോ പറ്റുന്നില്ല. ആ ഒരു ആത്മാക്കളെ അവന്തികയെ ഉയരത്തിലേക്ക് കൊണ്ടുപോവാണ്. പെട്ടെന്ന്
അവിടുത്തെ ലൈറ്റ് മൊത്തം ഓഫ് ആവാണ്. അപ്പോൾ റൂബൻ തന്റെ കയ്യിലെ ഒരു ലൈറ്റ് ഓൺ ചെയ്തിട്ട് അവന്തിക്ക് എവിടെ നോക്കുമ്പോൾ ആ ആത്മാക്കളിലെ അവന്തിക്ക് പിടിച്ചു വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അവളെ താഴെ ഇടുന്നുണ്ട്. അവന്തിക്ക് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അവള് പോസസ്ഡ് ആയ പോലെ തന്നെ കൺട്രോൾ ഇല്ലാതെ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ മെഡിക്കൽ കെയർ കൊടുത്ത് ഇഞ്ചക്ഷൻ വെച്ച് അവളുടെ ബോധം മങ്ങിയ ശേഷമാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഡീനിലെ റൂബനെ വിളിപ്പിച്ചിട്ട് നിങ്ങൾ വന്ന ജോലി ഏകദേശം തീർന്നിട്ടുണ്ട്. നിലവിൽ 3 സ്റ്റുഡൻസ് മരണപ്പെട്ടില്ലേ, അതിന്റെ പിന്നിൽ അവന്തിക തന്നെയാണ്. അപ്പൊ അവളുടെ പേരിലാക്കിയിട്ട് തൽക്കാലം ഞങ്ങൾ രക്ഷപ്പെട്ടോളാം. എന്നാൽ റൂബൻ ഉറപ്പല്ലേ അവന്തികയ്ക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാന്ന്. എന്നാൽ ഡീന് കേൾക്കുന്ന മട്ടിലല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും അവന്തിക്ക് രക്ഷിക്കാനായിട്ട് ആ ഒരു ആത്മാക്കളുടെ ശബ്ദം റെക്കോർഡ് ചെയ്തിരുന്നില്ലേ. അപ്പോൾ അവര് തന്നോട് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചതാണെങ്കിലോ എന്തായിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. ദേഷ്യത്തില് ആ ഒരു സിസ്റ്റമൊക്കെ റൂബൻ അടിച്ച് തകർത്തുകളയാണ്. അപ്പോഴാണ് ചർച്ചിലെ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഉടനെ തന്നെ റൂബൻ പ്രേ ചെയ്യുമ്പോൾ അല്ല സാറേ, അല്ല എന്തിനാ ഇപ്പൊ പ്രേ ചെയ്യുന്നത്? അല്ല ചർച്ചില് ബെല്ലടിച്ചില്ലേ, അതുകൊണ്ടോ? ചർച്ചില് ബെല്ലടിച്ചെന്നോ? ഞാൻ കേട്ടില്ലല്ലോ, എപ്പോ അടിച്ചു? അപ്പോഴാണ് റൂബൻ ഒരു കാര്യം മനസ്സിലാവുന്നത്, തനിക്ക് മാത്രമാണ് ആ ചർച്ചിന്റെ ശബ്ദം കേൾക്കുന്നത്. അതായത് ആരോഗ്യം പറഞ്ഞ പോലെ തന്നെ മുൻപൊരിക്കൽ അവന്തിക്കും പറഞ്ഞിരുന്നില്ലേ എനിക്ക് അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നില്ല എന്ന്. അപ്പോഴാണ് നമ്മുടെ റൂബന്റെ കൊളീഗ് വിളിക്കുന്നത്. നീ എനിക്കൊരു ഫോട്ടോ അയച്ചിരുന്നില്ലേ ആ ഒരു ലൈബ്രറിയുടെ ഹിസ്റ്ററി നോക്കാൻ? അതിപ്പോ ലൈബ്രറി ആണെങ്കിലും അത് പണ്ട് ലൈബ്രറി ആയിരുന്നില്ല, അതൊരു ചർച്ചായിരുന്നു. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്ക്. റൂബൻ വന്ന് നോക്കുമ്പോൾ ശരിയാണ്, അത് പഴയൊരു ചർച്ച് തന്നെയാണ്. പതിയെ പതിയെ ആ ചർച്ചിലെ ഓരോ വസ്തുക്കൾ തൊട്ടു നോക്കുമ്പോൾ അവിടെയുള്ള ആത്മാക്കളിലെ നമ്മുടെ റൂബനോട് എന്തോ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ റൂബന് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ഫ്രീക്വൻസിയിലല്ല അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തന്റെ കൊളീഗിനെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ഇപ്പൊ നിന്നോട് അവർ സംസാരിക്കുന്ന ആ ഫ്രീക്വൻസി കണ്ടുപിടിച്ചാൽ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. അങ്ങനെ അവരുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഒരു ഡിവൈസ് അവിടെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ഒരു ഫ്രീക്വൻസി കണ്ടുപിടിക്കുമ്പോൾ 444 ഫ്രീക്വൻസി. അങ്ങനെ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അവിടുത്തെ ഓഡിയോയിലെ അത് ഡീകോഡ് ചെയ്യുമ്പോൾ അവര് ഒരു പിയാനോ ശബ്ദമാണ് നമ്മുടെ ഹീറോയുമായിട്ട് കൺവേ ചെയ്യുന്നത്. അപ്പോൾ പതിയെ ആ ഒരു ട്യൂണിലെ അതൊരു നോട്ടിലേക്ക് മാറ്റി എഴുതുകയാണ്. ആ ഒരു നോട്ടിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അടുത്തുള്ള ഒരു ചർച്ചിലെ ഫാദറിനെ മീറ്റ് ചെയ്യാൻ വന്നിട്ട് ആ ഒരു നോട്ട്സ് കൊടുത്തിട്ട് ഫാദർ ഇതിൽ എന്താ എഴുതിയിട്ടില്ലേ, ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടുന്ന വരുന്നത്? അപ്പോൾ ഞാൻ മൂന്നാറിലെ മെഡിക്കൽ കോളേജിൽ നിന്ന്. നിങ്ങൾ എവിടുന്നാ വന്നിരുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ചർച്ചിലേക്ക് തന്നെ നിങ്ങളെ കയറ്റിലായിരുന്നു. ആ കോളേജിൽ ഒരു ചർച്ച് ഉണ്ടായിരുന്നു, അത് നശിപ്പിച്ചിട്ട് അവിടുത്തെ പരിശുദ്ധി തന്നെ ഇല്ലാതാക്കിയത് ആ കോളേജുകാരാണ്. അങ്ങനെ ഫാദറിന്റെ അസിസ്റ്റന്റിലെ റൂബനോട് അവിടുന്ന് പുറത്തു പോകാൻ പറയുമ്പോൾ അങ്ങനെ ശരിക്കും റൂബൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകാലുകൾക്ക് ചില പ്രശ്നമുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ചു പോകാന് തന്റെ വണ്ടിയിൽ കയറുമ്പോൾ വണ്ടിയിലെ റേഡിയോ ഇല്ലേ അതിലെ ഫ്രീക്വൻസി 444 മാറാണ്. അത് മാത്രമല്ല ആരോ ഓട്ടോമാറ്റിക്കൽ കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു വണ്ടി എങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് റൂബന് മനസ്സിലാവുന്നില്ല. എന്നാൽ അതേ വണ്ടിയിൽ ആരോഗ്യം ഉണ്ടായിരുന്നില്ലേ, ആ കാഴ്ച ആരോഗ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഫോറസ്റ്റ് അരികിലാണ് ആ വണ്ടി വന്ന് നിർത്തുന്നത്. ഓൾറെഡി ആരോഗ്യം പേടിച്ചുകൊണ്ട് തന്നെ സാറ് നിങ്ങൾ വേണം ഒറ്റയ്ക്ക് പോയിക്കോ, ഞാനില്ല. അപ്പോഴാണ് അവിടെ ഒരാളെ കാണുന്നത്. ഇങ്ങോട്ടേക്ക് ആ ആത്മാക്കൾ തന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ടും ഈ നോട്ട്സിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെ അയാളോട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ചർച്ചിലെ പിയാനോ റെഡിയാക്കി കൊടുത്തത് തന്നെ ഞാനായിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് 35 വർഷം മുമ്പ് ആ ചർച്ചിൽ നടന്ന ചില ഫ്ലാഷ് ബാക്കാണ്. ഇന്ന് കോളേജിലെ സ്ഥലത്തുണ്ടായിരുന്ന ആ ഒരു ചർച്ച് പണ്ട് നടത്തിയിരുന്നത് ഒരു ഡോക്ടറായിരുന്നു, ഡയാന ആയിരുന്നു. ഒരിക്കൽ ആ ഒരു ചർച്ചിന് മുൻപിലെ ഒരു കുഞ്ഞിനെ ആരോ വെച്ചിട്ട് പോയപ്പോൾ ഡയാന ആ കുഞ്ഞിനെ എടുത്തു നോക്കുകയാണ്. നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ കൈ കാലുകൾക്ക് ചില പ്രശ്നമുണ്ട്. അതായത് ഈ ഓട്ടിസം ബാധിച്ച പോലത്തെ ഞാന് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഡയാന മനസ്സിലും അതുപോലെ അരികിലുണ്ടായിരുന്ന ആളുകളോടും പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ ഞാൻ വളർത്താൻ പോവാണ്. എന്നാൽ അവരാണെങ്കിൽ മേഡം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ പലരും ഇതുപോലെ വൈകല്യം സംഭവിച്ചുള്ള കുട്ടികളെ വെച്ചിട്ട് പോകും. അവർ പറഞ്ഞ പോലെ തന്നെ പിന്നീട് കുറേയധികം കുട്ടികളെ ആരോഗ്യം വെച്ചിട്ട് പോവാണ്. എന്നാൽ ഡയാന എല്ലാ കുഞ്ഞുങ്ങളെയും തന്റെ സ്വന്തം മക്കളായിട്ട് സ്നേഹത്തോടെ വളർത്താണ്. അപ്പോൾ ഫ്ലാഷ് ബാക്ക് പറയുന്ന ഇങ്ങരുടെ പേരാണ് ഭാസ്കർ. ഭാസ്കർ പറയുന്നത് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് അവരുടെ സന്തോഷവും സ്നേഹവും നമ്മളെപ്പോലെ പ്രകടിപ്പിക്കാൻ അറിയില്ലല്ലോ. ഇനിയിപ്പോൾ അവർക്ക് സന്തോഷം വന്നു കഴിഞ്ഞാല് ചിരിച്ചുകൊണ്ട് കൈ തട്ടും. ഇനി ദേഷ്യം വന്നിട്ടാണെങ്കിൽ അവരുടെ മുഖഭാവം ചെറുതായിട്ട് മാറും, ചുമരടിച്ചുകൊണ്ടിരിക്കും. അതായത് അവര് ശബ്ദം വഴിയാണ് അവരുടെ ഇമോഷൻസിനെ പുറത്ത് മറ്റുള്ളവരെ അറിയിക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ച് പഠിച്ച ഡയാന അവരുടെ മനസ്സിനെ ഒന്നുകൂടി സമാധാനത്തിലാക്കാനായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് മ്യൂസിക് ഉപയോഗിക്കാമെന്ന് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ തന്റെ പ്ലാനിനെ കുറിച്ച് തന്റെ കൊളീഗ്സ് ആയിട്ടുള്ള മറ്റ് ഡോക്ടേഴ്സിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരീക്ഷ നടത്താൻ എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് മ്യൂസിക് പ്ലേ ചെയ്യാണ്. ആ ഒരു മ്യൂസിക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവര് നല്ല രീതിയിൽ തന്നെ കാമാവുന്നുണ്ട്. പതിയെ പതിയെ അവരുടെ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെ അങ്ങനെ വീണ്ടും വീണ്ടും ആ ഒരു മ്യൂസിക് തെറാപ്പി തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഡയാനയും കൂടെയുള്ള കൊളീഗ്സും കരുതിയത് ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ അവരുടെ അസുഖത്തിനെ പതിയെ പതിയെ മാറ്റിയെടുക്കാന്നാണ്. എന്നാൽ അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ പതിയെ പതിയെ ഓരോ കുട്ടികളായിട്ട് എന്തോ അസുഖം ബാധിച്ച പോലെ വയ്യാതെയാവുകയാണ്. പല കുട്ടികളും മരണപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് ഡോക്ടറായ ഡയാന എത്ര കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു കാഴ്ചകള് ഡയാനയെ മാനസികമായിട്ട് വല്ലാതെ തകർത്ത് കളയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ റൂബൻ ചോദിക്കുന്നുണ്ട്, അല്ല മൊത്തത്തില് എത്ര കുട്ടികളൊന്നും മരണപ്പെട്ടു പോയി? 42 കുട്ടികൾ. ആ എണ്ണം കേട്ടപ്പോ റൂബൻ ഷോക്കായി പോകുന്നുണ്ട്. അതായത് റൂബന്റെ മെഷീനിലെ 42 ആത്മാക്കളെ ഡിറ്റക്ട് ചെയ്തിരുന്നില്ലേ, അപ്പോൾ അവരല്ല ആ കുട്ടികളാണ്.
ചോദിക്കുകയാണ്, അല്ല ഭാസ്കരേട്ടാ, ആ ഡയാന അവർക്ക് എന്താ സംഭവിച്ചേ? അവരെ കുറച്ച് നാളിന് ശേഷം കാണാതായതാ. അവർക്ക് എന്താ സംഭവിച്ചെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ റൂബനാണെങ്കിലേ ആ കുട്ടികളുടെ കല്ലറ അതെവിടെയാ? അങ്ങനെ അങ്ങേരെ ആ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുമ്പോ ആ 42 കുട്ടികളുടെയും കല്ലറ അവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് വിചിത്രമായിട്ടല്ലേ അവർ ഓരോരുത്തരും മരണപ്പെട്ടെ. റൂബന് എന്തോ സംശയം തോന്നുന്നുണ്ട്. അവരുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന്റെ പിന്നെ രഹസ്യം കണ്ടെത്താന് റൂബൻ ഓരോ കുട്ടികളുടെയും ബോഡി കാണുന്നെന്ന് അങ്ങേരോട് പറയുമ്പോൾ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്നാൽ റൂബൻ ആണെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ടി വരും. അതും പറഞ്ഞിട്ട് റൂബൻ അവിടുന്ന് തിരിച്ചു പോവാണ്. ആ ഒരു 42 കുട്ടികൾ മരണപ്പെട്ടിട്ട് ഇപ്പൊ 35 വർഷത്തിൽ കൂടുതലായി. പിന്നെ എന്തായിരിക്കും ഇപ്പൊ അടുത്തായിട്ട് അവരുടെ ആത്മാക്കള് ആ ഒരു കോളേജിലേക്ക് വരാനും ചില കുട്ടികൾ മാത്രം പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്താനുള്ള കാരണം റൂബൻ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ റൂബൻ നേരെ പോകുന്നത് നമ്മുടെ ടീച്ചർ അവന്തികയെ കാണാനാണ്. അവന്തികയാണെങ്കിൽ പതിയെ പതിയെ റിക്കവറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരത്തിനിടക്ക് അവന്തിക, അല്ല നിങ്ങൾ എന്തുകൊണ്ടാ ഈ ഒരു പാരാനോർമൽ ഡിറ്റക്റ്റീവ് ആണുള്ള കാരണം? അപ്പോഴാണ് നമ്മുടെ റൂബൻ തന്റെ ലൈഫിലെ ചില ഫ്ലാഷ് ബാക്ക് പറയുന്നത്. എന്റെ അമ്മയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് എപ്പോഴും മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതെയായി. അങ്ങനെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ എന്നോട് ഒന്ന് അമ്മയെ നോക്കാനും പറഞ്ഞ് പുറത്തേക്ക് പോയതാ. അപ്പോൾ അമ്മ എന്നെ ആ ഒരു മ്യൂസിക് പഠിപ്പിച്ചിരുന്നില്ലേ, ഞാനത് പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് ആ ഒരു ഓക്സിജൻ എടുക്കാൻ പറ്റാതായിരുന്നു. അതായത് എന്തോ സിലിണ്ടർ കംപ്ലൈന്റ് ആയതുപോലെ. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയുടെ അരികിലേക്ക് വന്നത്. എന്നാൽ അപ്പോഴേക്ക് എന്റെ അമ്മ എന്നെ വിട്ടുപോയിരുന്നു. ഇതിന്റെ കാരണം ഞാനാണെന്ന് എന്റെ മനസ്സിൽ കുറ്റബോധം തോന്നാൻ തുടങ്ങി. ആ സങ്കടത്തില് പതിയെ പതിയെ എന്റെ അമ്മ മുൻപിൽ വരുന്ന പോലെ ഇല്യൂഷനായിട്ട് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെയും നിന്നെ വിട്ടു പോയിട്ടില്ല, നിന്റെ അരികിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. അന്ന് പല ശബ്ദത്തിലൂടെയാണ് അമ്മ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. എന്റെ അമ്മയെ പോലെ പലരും ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് മാറാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ റൂബൻ തന്റെ സങ്കടം പറഞ്ഞപ്പോൾ അവന്തികയില്ലേ റൂബന്റെ തോളിൽ ചായാണ് റൂബനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പതിയെ പതിയെ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു ഇഷ്ടം സ്റ്റാർട്ടാവുകയാണ്. കുറച്ചു മുമ്പ് നമ്മുടെ റൂബനാണെങ്കിൽ ആ 42 കുട്ടികളുടെ കല്ലറും തുറക്കാൻ പറഞ്ഞപ്പോൾ ഭാസ്കർ സമ്മതിച്ചില്ലല്ലോ. എന്നാൽ നമ്മുടെ ഹീറോ റൂബനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ഒരു കല്ലറ തുറക്കുകയാണ്. അപ്പോഴാണ് ഭാസ്കർ ഒരു കാഴ്ച കണ്ട് ഷോക്കാവുന്നേ. നോക്കുമ്പോൾ ആ കല്ലറയിലൊന്നും ബോഡിയില്ല, മറിച്ച് വേറെ എന്തൊക്കെയാണുള്ളത്. ഓരോ കല്ലറ ഓപ്പൺ ചെയ്യുമ്പോഴും ഇത് തന്നെ അവസ്ഥ. അപ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതും കുറേയധികം വവ്വാലുകൾ വന്നിട്ട് ഭാസ്കറിനെ അറ്റാക്ക് ചെയ്യുന്നതും. അതേ സമയത്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലുള്ള നമ്മുടെ അവന്തികയില്ലേ എന്തൊക്കെയോ വിഷ്വൽസ് കാണുന്നുണ്ട്. അവളുടെ ബിഹേവിയർ കണ്ടിട്ട് ആർക്കും അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അവന്തിക കാണുമ്പോൾ ഡയാനയുടെ രൂപത്തിലാവാണ്. പെട്ടെന്ന് അവളുടെ കണ്ണുകളൊക്കെ മറിയുന്ന പോലെ. റൂബനാണെങ്കിൽ അവന്തിക നീ എഴുന്നേക്ക്. അപ്പോൾ അവൾ സ്വയംഭവത്തിലേക്ക് വന്നിട്ട് റൂബനോട്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആർക്കോ ഇതിനു മുമ്പ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ചു മുമ്പ് അവന്തികയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടപ്പോൾ എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കിയിരുന്നു. അത് നമ്മുടെ റൂബൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റെക്കോർഡ് റൂബന്റെ കൊളീഗിന് അയച്ചിട്ട് നീ അതൊന്ന് ഡീകോഡ് ചെയ്തിട്ട് വേഗം തന്നെ എനിക്ക് അയക്കേ. അങ്ങനെ കുറച്ചു നേരത്തെ റൂബനോട് അവന്തിക പറഞ്ഞെന്താ, ഇതേ ഹോസ്പിറ്റലിൽ ഏതൊരാൾക്ക് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇനി ആ സ്ഥലത്ത് വല്ല ആത്മാക്കളുടെ പ്രസൻസ് ഉണ്ടാവുമെന്ന് നമ്മുടെ റൂബൻ തേടി നോക്കുകയാണ്. അപ്പോഴാണ് ആ ഹോസ്പിറ്റലിലെ ഒരു റൂമിന്റെ മുൻപിൽ മാത്രമായിട്ട് ഒരു നഴ്സ് കിടക്കുന്നത്. ഇങ്ങനെ കാവലുണ്ടെങ്കിൽ ചിലപ്പോൾ അവന്തിക പറഞ്ഞത് ഈ റൂമാണെങ്കിലോ. റൂമിൽ കയറി നോക്കുമ്പോൾ ആ റൂമിൽ ഒരു സ്ത്രീ കിടക്കുന്നുണ്ട്. അവന്തികയ്ക്ക് എന്തെങ്കിലും ഓർമ്മ വരുമോ നോക്കാന് ആ ഒരു സ്ത്രീയുടെ നെയിം നോക്കുമ്പോൾ ഇസബെല്ല എന്നാണ് പേരുള്ളത്. എന്നാൽ ആ ഒരു സ്ത്രീ വേറെ ആരുമല്ല, നമ്മുടെ ഡയാന തന്നെയാണ്. അപ്പോൾ അന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തതും കുറച്ചു മുൻപ് അവന്തിക കണ്ടതും ഇതേ ഡയാനെ തന്നെയാണ്. ആ ഒരു പഴയ ഫ്ലാഷ് ബാക്ക് അവൾ ഓർക്കുമ്പോൾ അന്ന് അവന്തിക സ്റ്റുഡന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ ഇസബെല്ലയെ കുറിച്ച് അവര് ഡോക്ടറോട് ചോദിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അവര് കോമയിൽ തന്നെയാണ്. എന്നാൽ പതിയെ അവര് സ്വഭാവത്തിലേക്ക് വരുന്നതായിട്ട് ആ ഒരു ഡോക്ടർ നോട്ട് ചെയ്തപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഉടനെ തന്നെ അനസ്തീഷ്യ കൊടുക്കുക. അപ്പോൾ അവന്തിക, അല്ല സാറേ 5 വർഷത്തിന് ശേഷം ഇപ്പോഴല്ലേ സ്വഭാവത്തിലേക്ക് വരുന്നേ, പിന്നെ എന്തിനാ അവരെ മയക്കുന്നേ? അപ്പോൾ ചീഫ് ഡോക്ടർ ആണെങ്കിൽ നീ പഠിക്കാൻ വന്നതല്ലേ, ഇവിടുത്തെ ഡോക്ടർ ഞാനല്ലേ, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. അപ്പോൾ ആ ഒരു കാര്യം റൂബനോട് പറഞ്ഞപ്പോൾ തന്നെ റൂബൻ ഉറപ്പായിട്ടുണ്ട് ഇവരെ സ്വഭാവത്തിലേക്ക് വരുത്താതെ ഇങ്ങനെ മയക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ പേര് ഇസബെല്ല എന്നല്ല, ഇവര് തന്നെയാണ് ഡയാന. എന്നിട്ട് അവന്തികയോട്, അല്ല അവന്തിക, അന്ന് നീ ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം പിന്നീട് ആരാണ് ഇവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്തതെന്ന് ഒന്ന് കണ്ടെത്താൻ പറ്റുമോ? അതിനെന്താ അങ്ങനെ നഴ്സ് അറിയാതെ അവന്തിക ആ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ അവര് ഷോക്കായി പോവാണ്. അതായത് നിലവിലെ ആ ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടറാൻ പഠിച്ചുകൊണ്ടിരുന്ന 3 കുട്ടികളല്ലേ മരണപ്പെട്ടിരുന്നത്. അപ്പോൾ അവരായിരുന്നു നമ്മുടെ അവന്തികയ്ക്ക് ശേഷം ഡയാനയെ നോക്കിയിരുന്നത്. ഒരിക്കലും ഡയാന സ്വഭാവത്തിലേക്ക് വരാതിരിക്കാൻ ഹെഡ് ഡോക്ടർ പറഞ്ഞ പോലെ അവർ കേട്ടിട്ടുണ്ട്. എന്നാൽ അവർ 3 പേരും എപ്പോഴും കിറങ്ങി നടക്കാറാണ്. അതായത് നല്ല ഡ്രഗ്സിന് അഡിക്റ്റ് ആണ്. അപ്പോൾ റൂബൻ പറയുന്നത് ഡയാനയ്ക്ക് അവർ സ്വഭാവത്തില്ലാത്ത സമയത്ത് വല്ലാതെ ഡോസില് മെഡിസിൻസ് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. ഡയാന മരണപ്പെട്ടിട്ടുണ്ടാവണം. ഇപ്പോൾ അവരുടെ ശരീരത്തിലുള്ള ഫിറ്റിംഗ്സ് ഒക്കെ ആരെയോ കബളിപ്പിക്കാനാണ്. എന്നാൽ നമ്മുടെ അവന്തിക ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും ഡയാനക്ക് പൾസ് ഉണ്ട്. ഇല്ല, ഇവർ മരണപ്പെട്ടിട്ടില്ല. എന്നാൽ റൂബൻ ആണെങ്കിൽ അതല്ല, ഇവര് മരണപ്പെട്ട് കഴിഞ്ഞു. അതും പറഞ്ഞിട്ട് അവരുടെ ലൈഫ് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഡിവൈസും ഇല്ലേ റൂബൻ അടിച്ച് പൊട്ടിക്കാൻ നോക്കാണ്. നോക്കുമ്പോൾ ആരോ ഒരാള് റൂബനെ അടിച്ച് താടിട്ടിട്ട് ബോധം കെടുത്തിട്ടുണ്ട്. റൂബന്റെ കണ്ണ് തുറക്കുമ്പോൾ റൂബനുള്ളത് ഇപ്പോ സ്റ്റേഷനിലാണ്. ഇൻസ്പെക്ടർ പറയുന്നത്, നീ ആ സ്ത്രീയെ കൊല്ലാൻ നോക്കുമായിരുന്നില്ലേ, അതുകൊണ്ടാ നിനക്കൊന്ന് തരേണ്ടി വന്നേ. എന്നാൽ റൂബനാണെങ്കിൽ ആ ഒരു സ്ത്രീ എന്നോ മരണപ്പെട്ടതാ. ആ ഒരു മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് എന്തോ ഉടായ്പ ചെയ്യുന്നുണ്ട്. അവരെന്തോ രഹസ്യം മറയ്ക്കാനാണ് ഇപ്പോഴും അവരുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്പെക്ടർ നിന്നോട് പറഞ്ഞ മനസ്സിലായടാ. അങ്ങനെ നമ്മുടെ ഹീറോ റൂബനെ തല്ലുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിന്റെ ചെവി വല്ലാതെ വേദനിക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിന് കേൾവിക്കുറവ്
കുറവുള്ളതുകൊണ്ട് ചെവിയിലൊരു മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കംപ്ലൈന്റ് ആയിരിക്കും എന്ന് കരുതിയിട്ട് ബാത്റൂമിൽ പോയിട്ട് റെഡിയാക്കുമ്പോൾ വീണ്ടും താങ്ങാൻ പറ്റാത്ത ശബ്ദം കേൾക്കാണ്. പതിയെ ചെവി പൊത്തുമ്പോൾ ചെവിയിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. അങ്ങനെ അങ്ങേരുടെ കഥയും കഴിയാണ്. അങ്ങനെ പുതിയ ഇൻസ്പെക്ടർ ആ ഒരു സ്റ്റേഷനിൽ ചാർജ് എടുത്തപ്പോൾ നമ്മുടെ റൂബൻ തന്റെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിലെന്തൊക്കെയോ സത്യമുള്ള പോലെ അങ്ങേർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ആ ഒരു ഡയാന അവർ മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് കണ്ടുപിടിക്കണല്ലോ. അങ്ങനെ ഇൻസ്പെക്ടർ നേരെ ആ കോളേജിന്റെ ഡീനെ കണ്ടിട്ട് ഡയാനയെ ട്രീറ്റ്മെന്റ് നോക്കുന്നതാരാ, അത് അവരുടെ ഹസ്ബൻഡാണ്, അവർ വിദേശത്താണ്. അങ്ങനെയാണെങ്കിൽ അങ്ങേരുടെ നാട്ടിലേക്ക് വരാൻ പറ. ഡയാനയുടെ ഹസ്ബൻഡ് തന്നെയാണ് ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ ഓണർ. അപ്പൊ ഡീന് പറയുന്നത് സാറേ അവരെന്തെങ്കിലും അത്യാവശ്യക്കാരനെങ്കിൽ മാത്രമേ വരുള്ളൂ, അല്ലാതെ വിളിച്ചാലേ അദ്ദേഹം വരില്ല. ഇനിയിപ്പോ ഈ മെഡിക്കൽ കോളേജിന്റെ കൺട്രോൾ നഷ്ടപ്പെടും തോന്നിയാലേ ചിലപ്പോൾ ഡീനായിട്ടുള്ള ഞാൻ മരണപ്പെട്ടാല് അങ്ങേര് വരുമായിരിക്കും, അല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇൻസ്പെക്ടർ ഞാൻ വേറെ എന്ത് വഴി കണ്ടോളാം അതും പറഞ്ഞ് അങ്ങേര് പോയി കഴിഞ്ഞപ്പോ ഡീനില്ലേ ഒരു കോഫി പ്രിപ്പയർ ചെയ്യാണ്. എന്നിട്ട് അത് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു കോഫി മിക്സിംഗ് സൗണ്ടില്ലേ വല്ലാതെ ലൗഡായിട്ട് അങ്ങേര് കേൾക്കാണ്. അപ്പൊ വല്ലാതെ പേടിച്ചു പോയ ഡീന് ആ ഒരു ഗ്ലാസ് നിലത്തിടുമ്പോ ആ ഒരു സൗണ്ടും വല്ലാതെ ചെവിയിൽ കുത്തി തറയ്ക്കുന്നുണ്ട്. അത് മാത്രല്ല ആ റൂമിലെ ഓരോ വസ്തുക്കളുടെ സൗണ്ടും അങ്ങേര് ശ്വാസം എടുക്കുന്ന സൗണ്ട് പോലും ചെവിക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം വലിയ സൗണ്ടായിട്ട് കേൾക്കാണ്. ശബ്ദം കേൾക്കാതിരിക്കാനേ അങ്ങയുടെ ശ്വാസം തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ പതിയെ പതിയെ ശരീരക്ക് ഒടിഞ്ഞു നുറങ്ങിയിട്ട് അവിടെ വെച്ച് തന്നെ അങ്ങേര് മരണപ്പെട്ടു പോവാണ്. അതേ സമയത്ത് നമ്മുടെ റൂബനില്ലേ ഭാസ്കറിനെ കാണാൻ വന്ന് നോക്കുമ്പോൾ അങ്ങേര് ഓൾറെഡി മരണപ്പെട്ടത് കാണാണ്. അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ ഒരു ശവപ്പെട്ടികൾ തുറക്കുമ്പോൾ അതില് ഒരു കുട്ടികളുടെയും ബോഡിയില്ല, മറിച്ച് എന്തോ ഒരു ലിക്വിഡാണുള്ളത്. അത് കണ്ടപ്പോൾ റൂബൻ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇത് ആരോ ദുർമന്ത്രവാദം ചെയ്തതാണ്. ആരും തന്നെ ഒരിക്കലും ഈ കല്ലറകൾ ഓപ്പൺ ചെയ്യാതിരിക്കാൻ, ഇനി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ആരാണോ തുറക്കുന്നത് അവർ മരണപ്പെടും. അങ്ങനെയാണ് ഭാസ്കർ മരണപ്പെട്ടെ. എന്നിട്ട് തന്റെ അസിസ്റ്റന്റ് ആരോഗ്യത്തിനോട് നീ ഒരു കാര്യം ചെയ്യും, ആ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോ, അവിടെ എന്താണ് സംഭവിക്കുന്നത് അതൊക്കെ എന്നെ വിളിച്ച് അറിയിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ആരോഗ്യയില്ലേ നമ്മുടെ റൂബിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ ആ ഒരു ഡയാന മേഡം ഇല്ലേ അവര് ഇപ്പോഴും മരണപ്പെട്ടിട്ടില്ല, അവർക്ക് ജീവനുണ്ട്. റൂബൻ ഇതുവരെ സംശയിച്ചത് ഡയാന മരണപ്പെട്ട ശേഷമാണ് ആ ഒരു കുട്ടികളുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവന്നത് പക വീട്ടാന്. അപ്പോ ഡയാന മരണപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു കുട്ടികളുടെ ആത്മാവിനെ ആരാ തിരിച്ചു കൊണ്ടുവന്ന്? അതേ സമയത്ത് നമ്മുടെ ഡീന് കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ ആ ഒരു മെഡിക്കൽ കോളേജിന്റെ ഓണർ ഡാനിയൽ നാട്ടിലേക്ക് എത്താണ്. ഡാനിയൽ കരുതുന്നത് തന്റെ ഭാര്യ കുറെ വർഷമായിട്ട് കോമയിലാണെന്നാണ് തോന്നുന്നുണ്ട്. ഇനി ഒരിക്കലും ഡയാന ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഡയാനയെ കരുണക്കൊല ചെയ്യാനുള്ള അപേക്ഷയില് സൈൻ ചെയ്യാണ്. അപ്പോഴാണ് ഒരു ബോട്ടിൽ താഴെ വീഴുന്നത്. അതായത് ആരോ ആ ബോട്ടിൽ കാണിച്ചെടുക്കുന്ന പോലെ ആ ഒരു മെഡിസിൻ കണ്ടപ്പോൾ തന്നെ ഡാനിയൽ മനസ്സിലായിട്ടുണ്ട് ഒരിക്കലും ഒരു രോഗിക്ക് കൊടുക്കാൻ പാടില്ലാത്ത, ജീവിതകാലം മൊത്തം ഒരാളെ കോമയിൽ നിർത്തുന്ന ഒരു മെഡിസിനാണിത്. ഇതിന്റെ പിന്നിൽ ഇപ്പം ആരാണ്? അതേ സമയത്ത് ആ ഒരു ദുർമന്ത്രവാദിനിയിലെ അവൾക്ക് മുൻപ് ഒരു ജോലി കൊടുത്ത പോലെ തന്നെ ആരോ വിളിച്ചിട്ട് ആരുടെ ശരീരത്തിൽ ഏതോ ആത്മാവിനെ കയറ്റാനുള്ള ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. അപ്പോഴാണ് റൂബൻ തന്റെ വണ്ടിയിൽ വരുന്ന കാണുന്നേ. പ്രതീക്ഷിക്കാതെ കുറേയധികം വവ്വാലുകളില്ലേ റൂബനെ തടസ്സപ്പെടുത്തി അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. അതായത് ആ കുട്ടികളുടെ ശവക്കല്ലറയിൽ നിന്ന് നമ്മുടെ റൂബൻ ഒരു ബോട്ടിൽ കിട്ടിയിരുന്നില്ലേ, അപ്പൊ അത് കൊണ്ടുപോകാതിരിക്കാനായിരിക്കാം ആ വവ്വാലുകളെ കൊണ്ട് റൂബൻ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ ആരോ പ്ലാൻ ചെയ്ത പോലെ തന്നെ വണ്ടി ആക്സിഡന്റിൽ പെടുകയാണ്. അതേ സ്ഥലത്ത് വെച്ച് തന്നെ ആ ബോട്ടിൽ ബ്രേക്ക് ആയി പോകുന്നുണ്ട്. റൂബനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്, ആ ഒരു ബോട്ടിൽ കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ. തന്റെ ഫോൺ വലിച്ചെറിയുമ്പോൾ അതിലേക്ക് ഒരു കോൾ വരികയാണ്. നോക്കുമ്പോൾ റൂബന്റെ മുത്തശ്ശിയാണ്. മോനെ മുത്തശ്ശിക്ക് തീരെ വയ്യടാ, ഇനി അധികം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്, നീ ഒന്നിനെ കാണാൻ വരുമോ? എന്നാലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ കട്ടായി പോവാണ്. എന്താ പറ്റിയേ? അപ്പോൾ ആരോഗ്യം പറയുന്നുണ്ട് ചിലപ്പോൾ നേരത്തെ ഫോൺ എറിഞ്ഞില്ലേ അതിൽ സിം ചിലപ്പോൾ ഇളകിയിട്ടുണ്ടാവും, അത് റെഡിയാക്കാൻ പറ്റും നോക്കി നോക്ക്. അത് റെഡിയാക്കിയിട്ടും ഫോൺ ഓൺ ആവുന്നില്ല, ഇനിയിപ്പോ ഫോണിൽ നിന്ന് പറ്റിയിട്ടുണ്ടാവോ? എന്നാൽ വീണ്ടും റേഞ്ച് കണക്ട് ആവാണ്. അതേ സമയത്ത് റൂബൻ എന്തോ കത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ അവന്തിക വിളിച്ചിട്ട് അവന്തിക നീ പറഞ്ഞില്ലേ ഡയാന മരണപ്പെട്ടിട്ടില്ല എന്ന്, ഞാൻ പറഞ്ഞത് മരണപ്പെട്ടു വന്നു, നമ്മൾ രണ്ടുപേരും പറഞ്ഞത് സത്യം തന്നെയാണ്. അപ്പൊ അവന്തിക നിങ്ങൾ എന്താ പറയുന്നത്? അതെങ്ങനെ ശരിയാവുക? അതായത് നിങ്ങൾ ചെക്ക് ചെയ്തപ്പോ ഡയാനക്ക് പൾസ് ഉണ്ടായിരുന്നില്ലേ, എന്നാൽ അവളുടെ ആത്മാവ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന ഔട്ട് ഓഫ് ദ ബോഡി എക്സ്പീരിയൻസ് ആയിരുന്നു ഡയാന ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവളും പറയുന്നുണ്ട് ഈ ഒരു കണ്ടീഷൻ നോർമലി സംഭവിക്കുക ഏതെങ്കിലും മേജർ ഓപ്പറേഷന് മുമ്പ് അനസ്തീഷ്യ കൊടുത്ത് മയക്കില്ലേ ആ സമയത്താണ്. അങ്ങനെ ഹിസ്റ്ററിയിൽ പല തെളിവുണ്ട്. അങ്ങനെ ഔട്ട് ഓഫ് ദ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൽ പൾസ് ഉണ്ടാവും, എന്നാൽ അവരുടെ ആത്മാവ് അത് പുറത്തായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ 35 വർഷമായിട്ട് ആ ഒരു കുട്ടികൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നില്ലേ, എന്നാൽ എപ്പോഴാണോ അവരുടെ അമ്മയായ ഡയാന അവരുടെ ആത്മാവിന്റെ പ്രസൻസ് ആ കുട്ടികൾക്ക് ഫീൽ ആയത്, അതിനുശേഷമാണ് ആ കുട്ടികളുടെ ആത്മാക്കൾ റിവഞ്ച് ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ അവർ ആ സ്റ്റുഡൻസിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കുട്ടികൾ മരണപ്പെട്ട മിസ്റ്ററിയുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അതിനുശേഷം ഡീനും കൊല്ലപ്പെട്ടില്ലേ, അപ്പൊ അതിന്റെ പിന്നിലും അവർ തന്നെയായിരിക്കും. അപ്പൊ റൂബനാണെങ്കിൽ ഇനി സത്യങ്ങൾ പറയേണ്ടത് അവർ 42 കുട്ടികളാണ്. അപ്പോൾ അവരുടെ ആത്മാവിന്റെ പ്രസൻസ് ഉള്ള ആ ഒരു ലൈബ്രറിയിലേക്ക് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ റൂബനും അവന്തികയും ആ ഒരു ലൈബ്രറിയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ ഹോസ്പിറ്റലിലുള്ള നമ്മുടെ ഡയാനയുടെ അരികിലേക്ക് ഒരു ഡോക്ടർ അവരെ കൊലപ്പെടുത്താനായിട്ട് പോയിസൺ ഇഞ്ചക്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫോൺ വരാണ്. നോക്കുമ്പോൾ ഫോൺ വിളിക്കുന്നത് ഡയാനയാണ്. അല്ല ഡയാന എങ്ങനെയാ ഫോൺ വിളിക്കുക? മറുഭാഗത്ത് ആരായിരിക്കും നോക്കാം. ഫോൺ എടുത്ത് നോക്കുമ്പോൾ എന്തോ ഒരു വിചിത്ര ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ശബ്ദത്തിന്റെ സ്ട്രെങ്ത് കൂടുകയാണ്. അയാളുടെ ചെവി വേദന എടുത്ത് ചെവിയുടെ ഉള്ളിൽ പൊട്ടിയിട്ട് അവിടെ വെച്ച് തന്നെ അയാൾ മരിച്ചു പോവാണ്. എന്നാൽ അപ്പോഴാണ് ഡയാനയുടെ അരികിലേക്ക് നമ്മുടെ റൂബനും അവന്തികയും വരുന്നത്. ആ ഒരു ഡോക്ടറിന്റെ ബോഡി കണ്ടപ്പോൾ തന്നെ ആ കുട്ടികൾ തന്നെയാണ് അയാളെ കൊലപ്പെടുത്തുന്ന ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡയാനയെ ഇല്ലാതാക്കാനായിരിക്കാം ഇയാൾ വന്നിട്ടുണ്ടാവുക. ഡയാൻ ഇവിടെ നിന്ന് നമ്മൾ മാറ്റണം, ഇവരുടെ
ജീവന് ആപത്താണ്. അപ്പോഴാണ് കൊളീഗിന്റെ കോൾ വരുന്നത്. അതായത് ആ റൂമിൽ നിന്ന് ഒരു ശബ്ദം കേട്ടിരുന്നില്ലേ, അതെന്താണെന്ന് ഡീകോഡ് ചെയ്തപ്പോ നാൻസി ഡാനിയൽ എന്നുള്ള പേരാണ് അന്ന് റെക്കോർഡായിരുന്നത്. അല്ല, ആരാ ഇപ്പൊ ഈ നാൻസി ഡാനിയല്? ഇതുവരെയായിട്ടും അങ്ങനെ ഒരാളെ കുറിച്ച് ഒരറിവില്ലല്ലോ. അങ്ങനെ അവര് ഡയാനയെ നേരെ ആ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരികയാണ്. അതേ സമയത്ത് വീട്ടിലെ ഡാനിയലാണ് കാണിക്കുന്നത്. അയാൾ വല്ലാതെ പേടിച്ചിരിക്കുന്ന പോലെ. അങ്ങനെ നമ്മുടെ ഡയാനയോട് റൂബൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ പുറത്ത് എന്റെ അരികിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. വീണ്ടും നിങ്ങളുടെ ശരീരത്തിലേക്ക് വാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നില്ല ആ സത്യം പറ, എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോഴാണ് കുറച്ചു നേരത്തെ കൊളീഗ് നാൻസി ഡാനിയൽ എന്നൊരു പേര് പറഞ്ഞിരുന്നില്ലേ, ആ പേര് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അവന്തികയ്ക്ക് അങ്ങനെ ഒരു ബുക്ക് എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ട്. ആ ഒരു ലൈബ്രറിയിലാണോ എന്ന് തേടി നോക്കുമ്പോൾ അവർ പ്രതീക്ഷ പോലെ തന്നെ ആ ഒരു ബുക്ക് കിട്ടുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഡാനിയലിന്റെ അരികിലെ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ഇവരുടെ പേരാണ് നാൻസി, അതായത് ഡാനിയലിന്റെ വൈഫ്. അവർ ചോദിക്കുന്നുണ്ട് ഇഞ്ചക്ഷൻ എടുക്കട്ടെ. അപ്പോ ഡാനിയൽ ചോദിക്കുന്നുണ്ട്, നാൻസി നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അതേ സമയത്ത് നമ്മുടെ റൂബന്റെ കയ്യിലെ ആ ഒരു ബുക്ക് അവന്തിക കൊടുക്കാണ്. അത് ഓപ്പൺ ചെയ്തപ്പോ അത് നാൻസിയുടെ ഡയറിയാണ്. അവൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള രഹസ്യങ്ങൾ അവൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുമ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികളെ മ്യൂസിക്കിലൂടെ പതിയെ പതിയെ ട്രീറ്റ് ചെയ്ത് ഗുണപ്പെടുത്താന്ന് ഡയാന ട്രൈ ചെയ്തിരുന്നില്ലേ. ആ ഒരു മെത്തേഡ് സക്സസ് ആയപ്പോ അത് കണ്ട് നാൻസിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല. ഇവള് കണ്ടുപിടിക്കുന്നതിന് മുൻപ് വേറെ വഴിയിലൂടെ ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ വവ്വാലിന്റെ ശബ്ദം വെച്ച് അവര് ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നാൽ ആ ഒരു കാര്യം നമ്മുടെ ഡയാന അറിഞ്ഞിരുന്നില്ല. അങ്ങനെ വവ്വാലിന്റെ ശബ്ദം വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടികൾക്ക് വളരെ മോശമായിട്ട് അത് എഫക്റ്റ് ആവാണ്. എന്നാൽ അവരുടെ കണ്ടീഷൻ മോശമെന്ന് കണ്ടിട്ടും നാൻസി അവള് എക്സ്പെരിമെന്റ് നിർത്തിയില്ല. ഓരോ കുട്ടികളായിട്ട് മരണപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് ഡയാന തേടി ഇറങ്ങിയതാണ്. അവസാനമാണ് മനസ്സിലാകുന്നത് നാൻസി രഹസ്യമായിട്ട് ചില എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. അത് കാരണമാണ് കുട്ടികൾ മരണപ്പെടുന്നത്. ആ ഒരു രഹസ്യം ഡയാന കണ്ടെത്തിയെന്ന് മനസ്സിലായപ്പോൾ ഒരിക്കലും ആ രഹസ്യം പുറത്തു വരാതിരിക്കാനേ നാൻസി ഡയാന അറ്റാക്ക് ചെയ്യാണ്. ഡയാന, നിന്നെ ഇപ്പോൾ ഞാൻ കൊന്നു കളഞ്ഞാലേ പിന്നെ അന്വേഷണം വരും, അവസാനം എന്നിലെത്തും. അപ്പോൾ നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഡയാനയെ ഇത്രത്തോളം വർഷമായിട്ട് കോമയിൽ തന്നെ അതേ ഹോസ്പിറ്റലിൽ അവൾ പ്രൊട്ടക്ട് ചെയ്തത്. എന്നാൽ മരണപ്പെട്ട 3 സ്റ്റുഡൻസ് ഒരിക്കൽ ഓവർഡോസ് കൊടുത്തപ്പോഴാണ് നമ്മുടെ ഡയാനയുടെ ആത്മാവ് പുറത്തു വരുന്നതും അതിനുശേഷമാണ് ആ കുട്ടികളുടെ ആത്മാക്കൾ റിലീസ് ആവുന്നതും അവരെ ഓരോരുത്തരായിട്ട് കൊലപ്പെടുത്താൻ തുടങ്ങുന്നതും. എന്നാൽ ആ ആത്മാക്കളെ കൺട്രോൾ ചെയ്യാൻ ആ ദുർമന്ത്രവാദിന്റെ അടുത്ത് പോയത് നാൻസി തന്നെയാണ്. അപ്പോൾ ഡാനിയൽ ചോദിക്കുന്നുണ്ട്, ഡയാനയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നാൻസി നീയല്ലേ? ഡയാനയെ എന്നും കോമയിലാക്കാനേ ഈ മരുന്നല്ലേ നീ ഇഞ്ചെക്ട് ചെയ്തേ? അപ്പൊ നാൻസിയും നിങ്ങൾക്കും മനസ്സിലായല്ലേ? അത് പറഞ്ഞു തീർന്നില്ല. ഡാനിയലിന്റെ മൂക്കിൽ നിന്നൊക്കെ രക്തം വരികയാണ്. കുറച്ചു നേരത്തെ ഷുഗറുള്ള ഇൻസുലിൻ നാൻസി ഇഞ്ചെക്ട് ചെയ്തിരുന്നില്ലേ, അതില് പോയിസൺ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാനിയലിന്റെ പ്രശ്നം തീർന്നു. ഇനിയിപ്പോ രഹസ്യം അറിയുന്നത് ഡയാന മാത്രമാണ്. അവളെ കൂടെ അങ്ങ് തീർത്തു കളയണം. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡയാനയുടെ ബോഡി ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി ഉറപ്പായപ്പോൾ ആളുകളെയും കൂട്ടിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ നാൻസി വരുന്നത് നമ്മുടെ റൂബനും അതുപോലെ അവന്തികയെല്ലാം കാണുന്നുണ്ട്. നാൻസി ദേഷ്യത്തിൽ വന്നിട്ട് ഡയാനയുടെ ആ ഒരു ഓക്സിജൻ മാസ്കിൽ അത് റിമൂവ് ചെയ്യാൻ നോക്കാണ്. എന്നാൽ അവന്തിക അവരെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ റൂബൻ വേണ്ട വിട്ടേക്ക്, അവന്തികയാണെങ്കിൽ അങ്ങനെ കൊലക്കി കൊടുക്കാൻ പറ്റില്ല. എന്നാൽ അവളെ സ്റ്റോപ്പ് ചെയ്യാൻ നാൻസിയുടെ ആളുകൾ ട്രൈ ചെയ്യുമ്പോൾ റൂബൻ അവളെ രക്ഷിക്കാനായിട്ട് അവർ ഓരോരുത്തരും ഫൈറ്റ് ചെയ്യാണ്. അതിനിടയിൽ അവന്തിക്ക് അടിച്ച് താഴെയിട്ടിട്ട് ഡയാനയുടെ ആ ഒരു മാസ്ക് റിമൂവ് ചെയ്ത് അവളെ കൊലപ്പെടുത്താൻ നോക്കുമ്പോൾ നാൻസി കൂട്ടിക്കൊണ്ടുവന്ന അവളുടെ കൂട്ടാളികളിലെ അവരുടെ ഓരോരുടെയും ചെവി വല്ലാതെ വേദന എടുക്കുകയാണ്. അതായത് ആ കുട്ടികളുടെ ആത്മാക്കള് അവരെ ഓടിക്കാൻ ട്രൈ ചെയ്യാണ്. എന്നാൽ നാൻസിക്ക് മാത്രം പ്രത്യേകിച്ച് ഒന്നും എഫക്റ്റ് ആവുന്നില്ല. അതായത് ഓൾറെഡി ഇതുപോലെ ആത്മാക്കളുടെ ശബ്ദത്തെ കൺട്രോൾ ചെയ്യുന്ന റെഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ അവൾ ചെവിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ഒരു മെഷീനും നാൻസി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെങ്ങനെയാണ് മരണപ്പെട്ടത്? വവ്വാൽ ശബ്ദം വെച്ചിട്ടല്ലേ, അതവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഉറപ്പായതുകൊണ്ട് ആ ശബ്ദം വെച്ച് തന്നെയാണ് അവൾ മെഷീൻ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ആ മെഷീൻ വെച്ച് ആ കുട്ടികളെ കൺട്രോൾ ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഡയാനയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ. ആ കാഴ്ച കാണുന്ന നമ്മുടെ റൂബനില്ലേ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കാൻ തോന്നുന്നുണ്ട്. ഹീറോ മനസ്സിൽ എന്തോ ഉറപ്പിച്ചിട്ട് നേരെ ആ ഒരു പിയാനോ ഇല്ലേ അതിന്റെ അരികിൽ പോവാണ്. എന്നിട്ട് കുറച്ചു മുമ്പ് ആ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്ന ഡയാന കണ്ടുപിടിച്ച ഒരു മ്യൂസിക് ഇല്ലേ, ആ മ്യൂസിക് നമ്മുടെ റൂബൻ പ്ലേ ചെയ്യാണ്. അങ്ങനെ പതിയെ പതിയെ ആ കുട്ടികളുടെ ആത്മാക്കള് നാൻസിയുടെ ശബ്ദത്തിന്റെ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവരെല്ലാവരും ഒരേ ശക്തിയോടെ നാൻസി അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ അവസാനം അവളുടെ ചെവിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ശബ്ദം കൺട്രോൾ ചെയ്യുന്ന മെഷീനില്ലേ അത് തകർന്ന് തരിപ്പണായപ്പോൾ വളരെ ഹൈ ആയിട്ടുള്ള സൗണ്ട് വരികയാണ്. അതാണെങ്കിൽ നാൻസിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. ആ കുട്ടികളെല്ലാം ഇല്ലാതെയാക്കിയ നാൻസിയെ അവരെങ്ങനെയാണോ ഇതുവരെ കൊലപാതകം നടത്തിയത് അതുപോലെ ശരീരം മുഴുവനായിട്ട് ഒടിച്ചെടുത്തിട്ട് ഇല്ലാതെയാക്കുകയാണ്. അങ്ങനെ ആ ഒരു കുട്ടികളുടെ മരത്തിന് നീതി നേടിയില്ലേ. അവസാനം ഡയാനെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ നാൻസി ചെയ്ത എല്ലാ ചതികളും അവൾ പുറത്തു കൊണ്ടുവരികയാണ്. അങ്ങനെ ഇപ്പോഴുള്ള കുറേയധികം ഓട്ടിസം ബാധിച്ച കുട്ടികളില്ലേ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഡയാന അവളുടെ ജീവിതം മാറ്റിവെക്കുകയാണ്. അങ്ങനെ നമ്മുടെ റൂബൻ വന്ന കേസ് ക്ലോസ് ആയില്ലേ, എല്ലാ രഹസ്യം കണ്ടെത്തി. അപ്പോൾ അവന്തിക്ക് ചോദിക്കുന്നുണ്ട്, എന്നാൽ എനിക്ക് പല കാര്യം മനസ്സിലാവുന്നില്ല. തുടക്കം മുതലേ എനിക്കെങ്ങനെയാ ആ കുട്ടികളുടെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്തേ? അപ്പോഴാണ് അതിന്റെ ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് ഡയാന എങ്ങനെയാണ് ആ കുട്ടികളെ കെയർ ചെയ്തിരുന്നത്, അതുപോലെ നല്ല സ്നേഹത്തിലായിരുന്നു അവന്തിക ഡയാനയും കെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആ ആത്മാവിന്റെ പ്രസൻസ് അവൾക്ക് ഫീൽ ചെയ്തതും അതുപോലെ ഡയാനയുടെ ഔട്ട് ഓഫ് ദി ബോഡി പ്രസൻസും ഫീൽ ചെയ്തത്. അങ്ങനെ റൂബനില്ലേ അവസാനം ആ ഒരു കുട്ടികളുടെ കല്ലറിലേക്ക്
അടുത്തൊക്കെ പോയിട്ട് അവരുടെ ആത്മാവിന് ശാന്തി കിട്ടിയില്ലേ, അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ കുറെ കൂട്ടുകാർ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായി, എന്താ ചേട്ടാ കുറേ കാണുന്നില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സത്യം പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഹൈ ആയിട്ടുള്ള പവറുള്ള സ്പെക്സ് യൂസ് ചെയ്യുന്നത്. ഒരു 6 വയസ്സ് മുതൽ ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയപ്പോൾ എന്താ സംഭവിക്കുന്ന അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 9 വർഷങ്ങൾക്ക് മുൻപാണ് എൻ്റെ കണ്ണിൻ്റെ ഒരു കണ്ണിന് തീരെ കാഴ്ച കുറഞ്ഞിരുന്ന സിറ്റുവേഷൻ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അതിന് 9 വർഷത്തിന് മേലായിട്ട് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും കാണുന്നില്ല. അതുപോലെ ആ കണ്ണിന് നല്ല സ്ട്രെയിനും ഉണ്ട്. അപ്പോൾ ആ സ്ട്രെയിൻ വെച്ചിട്ടാണ് ഞാൻ മാക്സിമം വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. കാരണം ഒരു ഇൻകം സോഴ്സ് ആയിട്ട് നമ്മുടെ ചാനൽ റവന്യൂ അല്ലാതെ വേറെ ഒന്നുമില്ല. അതിൻ്റെ പുറമെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യുന്ന ലൈഫിൽ സംഭവിച്ച കുറേയധികം പ്രശ്നങ്ങളുണ്ട്. കുറേയധികം നാളായി സമാധാനത്തിൽ ശരിക്കും ഉറങ്ങിയിട്ട്. അതിൻ്റെ പുറമെ എൻ്റെ ഒരു ചെറിയ വീടായിരുന്നു. അപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ വാടക മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ചെലവ്, പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള സാലറി, മറ്റ് എക്സ്പെൻസുകൾ എല്ലാം തലയുടെ മേലെയാണ്. ലൈഫല്ലേ, മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അകമഴിഞ്ഞുള്ള ഹെൽപ്പ് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ പറയാതെ മനസ്സിലൊതുക്കിയിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം. ഇനി മാക്സിമം വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് എൻ്റെ പ്ലാന്. അപ്പോൾ നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ സപ്പോർട്ടോടെ കൂടെ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയോടെ അധികം വൈകാതെ നമുക്ക് മറ്റൊരു അടിപൊളി കഥയായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.